ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഭൂതൈർമഗർഭ്യ ഇമാ പുവോ വിപുർനിർമായ ചേതേയതമൂഷു പൂരുഷ ഭുക്തേ ഗുണൻ ഷോഡശ ഷോഡശാത്മകാസോ ദൃശിഷ്ട ഭഗവൻ വജാംസി മേ. ലക്ഷ്മീപ്രദാനസമയേ നവവിദ്രുമാപ വിദ്യാപ്രദാനസമയേ ശരദിന്ദുശുഭ്രാം വിദ്വേഷിവർഗവിജയേ വിതമാലനീലാം ദേവീം ത്രിലോകജനനീം ശരണം പ്രപദ്യേ. സർവചൈതന്യവാന്താം ആദ്യാം വിദ്യാം ച ധീമഹി ബുദ്ധിം യാന്ന പ്രചോദയാത്. ജഗദംബികാസ്മരണം. ശ്രീ മഹാദേവീ നമഃ. വേദിയിലിരിക്കുന്ന സജ്ജനങ്ങൾക്ക് വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതത്തിലെ ഏറ്റവും പ്രധാനമായ മുഖ്യമായൊരു വിഷയമാണ് നിമി നവയോഗി സംവാദം. ഭാഗവത്തിലെ ഏകാദശസ്കന്ധം ആരംഭിക്കുമ്പോൾ തന്നെ തുടങ്ങുന്ന പ്രകരണമാണ് അത്. ആ പ്രകരണത്തിൽ 9 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ചോദിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ 9 ചോദ്യങ്ങൾക്ക് 9 മഹർഷിമാർ, യോഗ്യന്മാരായിരിക്കുന്ന മഹർഷിമാരാണ് അതിന് ഉത്തരം കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നാണ്. ഭാഗവത ധർമ്മം എന്താണ് എന്നാണ് ആദ്യത്തെ ചോദ്യം. അതുപോലെ തന്നെ മായാജയം എന്താണ്, ഈശ്വര അവതാരങ്ങൾ എന്താണ്, ഏതെല്ലാം കാലത്ത് ഏതെല്ലാം യുഗങ്ങളിൽ എങ്ങനെയാണ് ഈശ്വരനെ ആരാധിക്കേണ്ടത്, പൂജാവിധികൾ എന്തൊക്കെയാണ്, നാരായണൻ എന്ന് പറഞ്ഞാൽ ആരാണ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളാണ് 9 ചോദ്യങ്ങൾ. നവം എന്ന് തന്നെയാണ് പറയുക, 9 എന്ന് പറയും. നവം എന്ന് പറഞ്ഞാൽ പുതിയത് നമ്മുടെ അർത്ഥമുണ്ട് എന്നാണ്. എപ്പോഴും പുതിയതായിട്ട് നിലനിൽക്കുന്നതാണ് മഹർഷിവര്യന്മാരാൽ പറഞ്ഞതായിരിക്കുന്ന ആ മൊഴികൾ അല്ലെങ്കിൽ ആ മുത്തുകൾ. ഇന്നും നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുന്നൊരു വസ്തുവാണ്. പ്രധാനപ്പെട്ട വേദവ്യാസ മഹർഷി കൃതികളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ശ്രീമദ് ഭാഗവതം. അദ്ദേഹം അനവധി പുരാണങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൽ പ്രധാനപ്പെട്ടതാണ് ഭാഗവതം എന്ന് പറയുന്ന ശ്രീകൃഷ്ണ കഥകളെ കൊണ്ട് നിറച്ചിരിക്കുന്നതും. ഇനി കഥകൾ കഴിഞ്ഞു. കഥകൾ എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണൻ്റെ കഥകളിൽ ഒരു അനവധി നമുക്ക് പഠിക്കാനുണ്ട്. കഥ്യതേ പ്രകാശയതേ ഇതി കഥ എന്നാണ്. കഥകളിലൂടെ നമുക്ക് പല കാര്യങ്ങളും പഠിക്കാനുണ്ട്. കഥകൾ കഴിഞ്ഞിട്ടാണ് പിന്നെ പ്രവൃത്തി ലീലയിൽ നിന്ന് നിവൃത്തി ലീലയിലേക്ക് കയറുകയാണ്. ഏകാദശ സ്കന്ധം. ഏകാദശം എന്ന് പറയുമ്പോൾ ഭഗവാന്റെ ശിരസ് ആയിട്ട് വരും. ഓരോ അംഗങ്ങളുണ്ട് ഭഗവാന്. പാദം തൊട്ട് ബ്രഹ്മരന്ധ്രം വരെ 12 തിരിച്ചിരിക്കുകയാണ്. അതിൽ തലയാണ് ഏകാദശസ്കന്ധമായിട്ട് ഭഗവാന്റെ പേരിൽ വരിക. ആ ഭഗവാന് എൻ്റെ കഥകൾ കേൾക്കുക, പറയുക, ഇത് തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ലാഭം എന്നാണ്. ആ ജന്മലാഭ പരപുംസാം അന്തേ നാരായണ സ്മൃതി എന്ന് ആദ്യമേ തന്നെ പറയും. അങ്ങനെയുള്ള ഭാഗവതത്തിലെ കഥകൾ അതിന് ഒരു വഴിയുണ്ടാക്കുകയാണ് ആദ്യം തന്നെ. ദശമസ്കന്ധത്തിൽ പറഞ്ഞ കഥകളൊക്കെ പറഞ്ഞ് അവസാനിച്ചിട്ട് ഏകാദശസ്കന്ധത്തിൽ കയറുമ്പോൾ ഒരധ്യായങ്ങളെ കൊണ്ട് എങ്ങനെ ഭഗവാൻ ഈ കുലത്തെ നശിപ്പിക്കണം എന്ന് ആദ്യം തന്നെ തീരുമാനിച്ചു. തൻ്റെ കുലത്തെ തന്നെ എങ്ങനെ നശിപ്പിക്കും, അതിനുള്ള വഴികൾ ഭഗവാൻ ആദ്യം ആലോചിച്ചു. അതിനാണ് പിന്നെ ആ വിശ്വാമിത്രൻ, അസിതൻ, കണ്വൻ, ദുർവാസാവ്, അങ്കിരസ് തുടങ്ങിയ മഹർഷിമാരെ കൊണ്ട് തൻ്റെ കുലത്തെ പോലും ശാപമുഖേന ശപിപ്പിച്ചു എന്നാണ്. മുസലം കുലനാശനം എന്നാണ് പറയുക. ഒലയ്ക്ക എന്നാണ് മലയാളത്തിൽ പറഞ്ഞ അല്ലേ. ആ ഒലയ്ക്ക കൊണ്ട് അല്ലെ മുസലം കൊണ്ട് നിങ്ങളുടെ കുലം നശിക്കും എന്നുള്ള ശാപം കൂടെ വാങ്ങിച്ചു. അവസാനം എന്ത് പറഞ്ഞു? കാലരൂപി അന്വമോദത എന്നാണ്. കാലരൂപിയായി അധ്യായം അവസാനിക്കുമ്പോൾ അവസാനത്തെ ശ്ലോകം കാലരൂപി അന്വമോദത എന്നാണ്. കാലരൂപി ഇതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണമെന്നാണ്. കാലം എന്നാണ് പറയുക. കാലം എന്ന് പറഞ്ഞാൽ നമുക്ക് പേടിയൊന്നും ഉണ്ടാവില്ല എന്നാണ് അല്ലെ. 0 മാറ്റി ഒരെൻ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് പേടിയുണ്ടാവും. കാലൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പേടിയുണ്ടാവുന്നതാണ് അല്ലേ. അപ്പം കാലം അല്ലെങ്കിൽ കാലൻ എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ഈശ്വരൻ തന്നെയാണ് എന്നാണ്. അപ്പം നമുക്കുള്ള ഏറ്റവും വലിയ ഭാഗ്യം എന്താ? ഭഗവാന്റെ കഥകൾ കേൾക്കാം. ഭഗവാന്റെ കഥകളിൽ ഇങ്ങനെ അൻവരത്തെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാം, അതിനെ സ്മരിക്കാം, കീർത്തിക്കാം. ശ്രവണം, കീർത്തനം തുടങ്ങിയതായിരിക്കുന്ന നവവിധ ഭക്തി, സാധനാഭക്തിയിലൂടെ നമുക്ക് പോകാൻ സാധിക്കും. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും മനുഷ്യന് ദുർലഭമായിട്ട് 2-3 വ്യവസ്ഥകളുണ്ട് എന്നാണ്. ശങ്കരാചാര്യസ്വാമികൾ പറയും നമുക്ക് ആദ്യം തന്നെ കിട്ടേണ്ടത് മനുഷ്യത്വം ആണെന്നാണ്.
മനുഷ്യത്വം, മുമുക്ഷത്വം, മഹാപുരുഷ സംശ്രയ എന്നാണ് ശങ്കരാചാര്യസ്വാമികൾ പറയുക. മനുഷ്യനായിട്ടൊന്ന് ജനിക്കാൻ പറ്റുക. പിന്നെ അത് കഴിഞ്ഞാലോ മുമുക്ഷത്വം. മുമുക്ഷത്വം എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെയൊക്കെ ഇരുന്ന് കേൾക്കാമെന്നാണ്, അല്ലേ? കസേരയിലിരിക്കാൻ പറ്റിയില്ലെങ്കിലും വിരോധമില്ല, നിലത്തിരിക്കാനും പറ്റില്ല, എങ്ങനെയെങ്കിലും ഇരുന്ന് കാലത്ത് ഒന്ന് വൈകിട്ട് വരെ ഇരുന്ന് ഇതിങ്ങനെ കേൾക്കുക. ചിലപ്പോൾ കേൾക്കുമ്പോൾ കർണരസമൊന്നും ഉണ്ടാവുന്നില്ല, ചിലപ്പോൾ ചിലതൊക്കെ കർണരസമൊക്കെ ഉണ്ടായി തീരും. ഇങ്ങനെ ഇരുന്ന് കേൾക്കാനായിട്ട് പറ്റുക, ഇതിനെയാണ് മുമുക്ഷത്വം. ഈ ഈശ്വര കഥകളിലൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കുക, ജ്ഞാനം സമ്പാദിക്കുക. ഇനി ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു വഴിയുണ്ടെന്നാണ്. ഏത് ഏറ്റവും പ്രധാനമായിട്ടുള്ള വഴി? ഒന്ന്, മഹാപുരുഷ സംശ്രയ, നല്ലൊരു ആചാര്യനെ കണ്ടു കിട്ടുക. ഇത് ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ എന്നാണ്. ഇതാണ് മൂന്നും. ജീവന്മാർ എത്ര കൊതിച്ചാലും എത്ര പ്രവർത്തിച്ചാലും കിട്ടാത്ത വസ്തുവാണിത്. ഇത് ഈശ്വരാനുഗ്രഹം കൊണ്ട് ഒന്ന് മാത്രമേ കിട്ടുള്ളൂ എന്നാണ്. അങ്ങനെ മോക്ഷപ്രാപ്തിക്കാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. ആത്മവിചാരമാണ് നമുക്ക് ആവശ്യം, അല്ലാതെ കർമാചരണം അല്ല എന്നാണ്. കർമ്മം, വേദങ്ങളിൽ പല കർമ്മങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കർമ്മങ്ങളൊക്കെ ശുദ്ധസ്യ ചിത്തയെ കർമ്മ എന്നാണ്. ഈ ഹൃദയം ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് കർമ്മങ്ങളൊക്കെ ഓരോ പ്രവർത്തികൾ പറഞ്ഞിരിക്കുന്നത്. ആ കർമ്മങ്ങളിൽ വിട്ട് കുടുങ്ങാൻ നമ്മൾ പാടില്ല. അതിന് ആണ് ആ ശമാധിഷക്കം, സാധനാചതുഷ്ടയം, ഇതൊക്കെ നമ്മൾ പഠിച്ചു വയ്ക്കണം കുറേശ്ശെ. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന നവയോഗികൾ പറഞ്ഞതായിരിക്കുന്ന കഥകളൊന്നും അത്രയും ബുദ്ധിമുട്ടുള്ള വിധത്തിലല്ല പറഞ്ഞിരിക്കണേന്നാണ്. അതിന് ആ സന്ദർഭത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഒരിക്കൽ ദ്വാരകയിലെ ശ്രീകൃഷ്ണ ഭഗവാനും വസുദേവരും ദേവി എല്ലാവരും ഇരിക്കുന്ന ഒരു കാലത്താണ്. പല സന്ദർഭങ്ങളിൽ നാരദ മഹർഷി അവിടേക്ക് വരാറുണ്ട്. കഥയുടെ ആരംഭം: ഗോവിന്ദഭുജഗുപ്തായാം ദ്വാരവത്യം കുരുദ്വകാം അവാസിൽ നാരദോ ഭീഷ്ണം കൃഷ്ണോപാസനലാലസ. ആരാണ് നാരദ മഹർഷി? കൃഷ്ണോപാസനലാലസ എന്നാണ് നാരദ മഹർഷിയുടെ വിശേഷം. എന്താ കൃഷ്ണോപാസനലാലസ? ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളിൽ പാട്ടുപാടി അതുപോലെ തന്നെ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുത്തും അവരെ ഉദ്ധരിപ്പിച്ചു നടക്കുന്ന വ്യക്തിയാണ് നാരദ മഹർഷി. അദ്ദേഹം ഭൂമിയിലുള്ള ആളല്ല, അദ്ദേഹം സത്യലോകത്തുള്ള ആളാണ്. സത്യലോകത്തിന് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഭൂമിയിലേക്ക് വരും. അതാണ് നാരദോ അഭീഷ്ണം എന്ന് പറയുക. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നാരദ മഹർഷി അവിടെ വരും. ആ ഭഗവാന്റെ കീർത്തനങ്ങൾ പാടുക. ആ നാരദ മഹർഷിയുടെ മുഖത്ത് നിന്ന് കീർത്തനങ്ങൾ കേട്ടാലോ മറ്റുള്ളവർക്കും കീർത്തിക്കാൻ തോന്നും എന്നാണ്. നാരദ മഹർഷിയുടെ നാരായണ നാമത്തിനൊക്കെ നല്ല സംഗീതം ഉണ്ടെന്നാണ് നാരദ മഹർഷിയിൽ. നമ്മൾ സീരിയലിലും സിനിമകളിലൊക്കെ നാരദരെ അവതരിപ്പിക്കുമ്പോൾ എന്നെ കാണിക്കുക നാരായണ നാരായണ, എന്തോ ഒരു പ്രാരബ്ധം പറയണ പോലെ തോന്നുന്നതാണ്, അല്ലേ? ഇതങ്ങനെയൊന്നല്ല എന്നാണ്. നല്ല സംഗീതജ്ഞനാണ് ഒരു നാരദ മഹർഷി. നാരദ മഹർഷിയുടെ മുഖത്ത് നിന്ന് നാമജപം കേട്ട് കഴിഞ്ഞാൽ ആരും ജപിച്ചു പോകുന്നതാണ് കൂടെ. അതാണ് ഹിരണ്യകശിപുവിനെ പോലും നാമം ജപിച്ചിട്ടുണ്ടെന്നാണ് കഥ. പിന്നെയുണ്ടോ അല്ലേ? നാരായണ നാമം പാടില്ല എന്ന് പറഞ്ഞ ആളെ പോലും നാമം ചൊല്ലാൻ പഠിപ്പിച്ച ആളാണ് നാരദ മഹർഷി. എന്നിട്ട് സുഖസുബ്രഹ്മണ്യൻ നമ്മളോട് ചോദിക്കുക, കോനുരാജൻ ഇന്ദ്രിയവൻ മുകുന്ദചരണാംബുജം നഭജേൽ സർവതോ മൃത്യുർ ഉപാസ്യം അമരോത്തമൈഹി. അമരോത്തമന്മാരാൽ സേവ്യപ്പെടുന്നതായിരിക്കുന്ന പൂജിക്കപ്പെടുന്നതായിരിക്കുന്ന ആ ശ്രീകൃഷ്ണ ഭഗവാനെ ഇന്ദ്രിയവാൻ, ഇന്ദ്രിയങ്ങളെയെല്ലാം അടക്കിയൊരു വ്യക്തി പൂജിക്കാണ്ടിരിക്കുമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാനെ ആരാധിക്കണമെങ്കിൽ എന്തൊക്കെ വേണം? ഇന്ദ്രിയ നിഗ്രഹമൊക്കെ ധാരാളം വേണം, എന്നാലാണ് ആരാധിക്കാൻ പറ്റുള്ളൂ എന്നാണ്, അല്ലേ? അനവധിയുണ്ട് ആ ഇന്ദ്രിയ നിഗ്രഹത്തെ പറ്റി. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് തം ഏകദാ ഒരിക്കൽ നാരദ മഹർഷി അവിടെ ചെന്നു. അദ്ദേഹത്തിന് വേണ്ട വിധത്തില് വസുദേവരും ദേവിയൊക്കെ വേണ്ട വിധത്തില് അർച്ചിതം സുഖമാസീനം അഭിവാദ്യേനമബ്രവീത്. അദ്ദേഹത്തിന് ഇരുത്തിക്കൊണ്ട് അദ്ദേഹത്തിനോട് തൻ്റെ സംശയങ്ങൾ ചോദിക്കാൻ പോവാണെന്നാണ്. വസുദേവർ പറഞ്ഞു, ഭഗവൻ ഭവതോ യാത്ര സ്വസ്ഥയേ സർവദേഹിനാം കൃപണാനാം യഥാ പിത്രോരുത്തമശ്ലോകവൽമനാം. ഏ ഭഗവൻ, അങ്ങ് സ്വസ്ഥയേ സർവദേഹിനാം ഭവതോ യാത്ര, അങ്ങയുടെ യാത്ര എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്നറിയോ? ദേഹികൾക്ക് എന്നാണ്. എന്താണ് ദേഹികൾ എന്ന് പറഞ്ഞാൽ? നമ്മളൊക്കെയാണ് ദേഹികൾ എന്നർത്ഥം. ദഹിപ്പിക്കുന്നത് കൊണ്ടൊക്കെ ദേഹികൾ, അല്ലേ? ഇത് എവിടെ എടുത്തു വയ്ക്കാൻ പറ്റുന്നില്ല, ഷോക്കേഴ്സിൽ എടുത്തു വയ്ക്കാൻ പറ്റുന്ന സാധനമൊന്നല്ല എന്നാണിത്, അല്ലേ? അതുകൊണ്ട് ദഹിപ്പിക്കുന്നത് കൊണ്ട് ദേഹികൾ എന്നാണ്. അങ്ങനെയുള്ള നമ്മളാകുന്ന ദേഹികൾക്ക് എന്ത് വേണം? സ്വസ്ഥത കിട്ടണം എന്നാണ് പറയാ. സ്വസ്ഥത. എന്താ സ്വസ്ഥത എന്ന് പറഞ്ഞാൽ? സ്വാസ്മിൻ ശീയതേ ഇതി സ്വസ്ഥ.
അവനവന് വല്ല സ്വസ്ഥതയുണ്ടോ എന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. വേറെ കഥയൊന്നും പറയേണ്ടതെന്നാണ് അല്ലേ. ജനിച്ചിത്ര കാലമായിട്ട് പറയുന്ന വസ്തുക്കൾ നേടാൻ പറ്റുന്നതൊക്കെ നേടിയിട്ടുണ്ടെങ്കിൽ ഒരു സ്വസ്ഥത കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വസ്ഥത ഇല്ലാതാണ് എന്നാണ്. സ്വസ്ഥത എവിടെ വെച്ച് എഴുതി വെച്ചിട്ടുണ്ട്? സ്വസ്ഥത ആധാരത്തിൽ എഴുതി വെച്ചിട്ടുണ്ടാവുന്നതാണ്. ബാലകൃഷ്ണൻ നായർ 75 വയസ്സ് സ്വസ്ഥം ഗൃഹഭരണം എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവുന്നതാണ്. വേറെ ഒന്നും ഉണ്ടാവില്ല, അയാൾക്ക് ഒരു സ്വസ്ഥതയും ഉണ്ടാവില്ല എന്നാണ്. അപ്പൊ സ്വസ്ഥത കിട്ടുന്നുണ്ടെങ്കിൽ ഈശ്വര ഭജനം ചെയ്യണം എന്നാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങേ പോലെയുള്ളവര് എന്തിനു വേണ്ടിയിട്ടാണ് ഭൂമിയിൽ നടക്കുന്നത്? ഭവതോ യാത്ര സ്വസ്ഥയേ സർവദേഹിനാം, സർവദേഹികൾക്കും സ്വസ്ഥത ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അങ്ങയുടെ യാത്രകൾ എന്നാണ്. പിന്നെ സാധാരണ ആളുകൾ എങ്ങനെയാ? പിത്രോരുത്രമ ശ്ലോക അല്ലേ. സാധാരണ ഒരു വ്യക്തി നടക്കുക ആർക്ക് സുഖം ഉണ്ടാക്കാനാണ്? ഭർത്താവ് നടക്കുക ഭാര്യയ്ക്ക് സുഖം ഉണ്ടാവാൻ, ഭാര്യ പ്രാർത്ഥിക്കുക നടക്കുക ഭർത്താവിന് സുഖം ഉണ്ടാവാൻ, കുട്ടികൾക്ക് സുഖം ഉണ്ടാവാൻ അല്ലേ, അല്ലെങ്കിൽ ഗൃഹത്തിലുള്ളവർക്ക് സുഖം ഉണ്ടാവാൻ, അച്ഛനമ്മയ്ക്ക് സുഖം ഉണ്ടാവാൻ, ഇങ്ങനെയൊക്കെ ഉള്ളതെന്നാണ്. എന്നാൽ അങ്ങക്ക് അതൊന്നും ബാധകമല്ല. അങ്ങ് ഈ ലോകത്തെയും മുഴുവൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നടക്കുന്നതെന്നാണ്. ഭൂതാനം ദേവചരിതം സുഖായ ദുഃഖായ സുഖായ സുഖായൈവി സാധൂനാം ത്വാദൃശാമച്യുതാത്മനാം. ഇനി അങ്ങക്കൊരു പ്രത്യേകത, അച്യുതൻ്റെ കഥകളാണ് അങ്ങ് പാടി നടക്കുക, വേറൊരു കഥകളൊന്നും അല്ല പാടി നടക്കാന്നാണ്. എന്താ അച്യുതൻ്റെ കഥകൾ? ചുതി, ഒരിക്കലും തെറ്റുപറ്റാത്ത അയക്കുന്നവനാണ് അച്യുതൻ. അങ്ങനെയുള്ള അച്യുതൻ്റെ കഥകളാണ് അങ്ങ് പാടി നടക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും സുഖം തന്നെയാണ് കിട്ടാന്നാണ്. അതുകൊണ്ട് അങ്ങേ പോലുള്ളവർ ഞാൻ ചോദിക്കുകയാണ് അങ്ങയോട്, എന്താണ് പൃച്ഛാമോ ധർമാൻ ഭാഗവത, ഭാഗവത ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞു തരാം എന്നാണ്. ഞാൻ ഇതിനു മുമ്പ് ഭഗവാനെ ആരാധിച്ചിട്ടുണ്ട്. നാരദ മഹർഷിയോട് പറയാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഭഗവാനെ ആരാധിച്ചത്. അപൂജയം ന മോക്ഷായ അകം കില പുരാനന്ദം പ്രജാർത്ഥോ വിമുക്തിദം. അപൂജയം ന മോക്ഷായ മോഹിതോ ദേവമായയാ. ആ ദേവനായിരിക്കുന്ന അച്യുതൻ്റെ മായയിൽ പെട്ട് ഞാൻ പണ്ട് ഭഗവാനെ ആരാധിച്ച് നേടിയത് എന്താണെന്നറിയോ? പുത്രനായിട്ട് വരണമെന്നും മറ്റ് സാധാരണ ഗൃഹസ്ഥന്മാർ പ്രാർത്ഥിക്കുന്ന പോലൊരു കാര്യങ്ങൾ മാത്രമേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ എന്നാണ്. ഇന്നിപ്പോഴും പ്രാർത്ഥിക്കലുണ്ട് അല്ലേ. പട്ടുകോണം വഴി ചീട്ടാക്കുക, അതുപോലെ തന്നെ കദളിപ്പഴം ചീട്ടാക്കുക, വെണ്ണ ചീട്ടാക്കുക, തൃക്കൈയിൽ വെണ്ണ എന്നൊക്കെയാണെന്നാണ് അല്ലേ. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ലൗകിക ഭൗതിക സുഖങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. എന്നാൽ ഞാൻ ആ ഭഗവാനോട് മോക്ഷത്തെ പറ്റി ചോദിച്ചില്ല എന്നാണ്. അതുകൊണ്ട് എനിക്ക് യഥാവിചിത്ര വ്യസനാൽ ഭവൽഭീ വിശ്വതോ ഭയാൽ മുച്യേ മാമുച്ചൈരഥ തഥാന ശാന്തി സുവ്രത. അങ്ങ് സകല ആളുകൾക്കും സമാധാനം ശാന്തി ഉണ്ടാക്കി കൊടുക്കുന്നത് കൊണ്ട് അങ്ങ് ഇതിന് വിവരം പറഞ്ഞു തരണം എന്നാണ്. ഇത് കേട്ടപ്പോഴാണ് നാരദ മഹർഷിക്ക് വളരെ സന്തോഷമായി എന്നാണ്. നാരദ മഹർഷി പ്രീതം പ്രീതത്വം ആഹ, നാരദ മഹർഷി പറഞ്ഞു, വളരെ സന്തോഷവാനായിട്ട് പറഞ്ഞു. എങ്ങനെയാ പറഞ്ഞത്? സംസ്മാരിതൈ ഗുണൈഹി, വാസുദേവനെ സാക്ഷാൽ ഭഗവാനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് സ്മരിച്ചുകൊണ്ട് ഭഗവാന്റെ ആ കഥകൾ അല്ലെങ്കിൽ എന്താണ് അവർ ചോദിച്ചതിന് മറുപടി പറയാൻ തുടങ്ങി. ഭഗവാനെ നല്ലവണ്ണം മനസ്സിൽ ചിന്തിച്ചാൽ മാത്രമേ അത് വേണ്ട വിധത്തിൽ തെളിയുള്ളൂ എന്ന് നാരദ മഹർഷി പറയാണ്. ഇപ്പം ഇവിടെ ഗുരുനാഥന്മാരെ പലരും കാണിച്ചു തരികയാണ്. വസുദേവർക്ക് സംശയങ്ങൾ ചോദിക്കുന്ന നാരദ മഹർഷിയോട്. നാരദ മഹർഷി ഇനി പറയാൻ പോണത് ഏതാണെന്നറിയോ? ഞാനല്ല, പണ്ട് പറഞ്ഞ കേട്ടതായിരിക്കുന്നൊരു കാര്യം പറയാമെന്ന് പറയാണ്. എവിടെയാണത്? വിദേക നഗരത്തിൽ നിമി എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരിക്കൽ ഒരു സത്രം നടത്തുകയാണ്. ആ സത്രം നടത്തുമ്പോൾ അവിടെയാണ് ഈ നവയോഗികൾ വരികയാണ്. അപ്പം നവയോഗികൾ ആരാണ് നമുക്കറിയണം. ദിവസവും പ്രഭാഷണവും ഭാഗവത പാരായണം കേട്ട ആളുകൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ അതെന്നാണ്. അപ്പോഴെപ്പോഴും വന്നിരുന്നവർക്കൊന്നും മനസ്സിലാവില്ല. അത് എവിടെയാ കിടക്കണേ കഥ? പഞ്ചമസ്കന്ധത്തിലാണ് കഥ കിടക്കണേ. പഞ്ചമസ്കന്ധത്തിലെ പ്രിയവ്രതൻ്റെ ചരിത്രം പറയും. സ്വയംഭുവൻ്റെ ചരിത്രത്തിൽ 2 ആൺകുട്ടികളും 3 പെൺകുട്ടികളും പറഞ്ഞ് 2 ആൺകുട്ടികളുടെ കഥ പറയുമ്പോൾ ഉത്താനപാദൻ്റെ കാലമൊക്കെ കഴിഞ്ഞ് പ്രിയവ്രതൻ എന്ന് പറയുന്നതായിരിക്കുന്ന മകൻ രാജ്യം ഈ ഭൂഗോളത്തെ ഭരിച്ച് പ്രിയവ്രതൻ്റെ വംശത്തിൽ അഗ്നീന്ദ്രൻ എന്നുള്ള പുത്രനുണ്ടായി. അഗ്നീന്ദ്രൻ നിന്ന് നാഭി എന്നുള്ള പുത്രനുണ്ടായി. നാഭിയിൽ നിന്ന് ഋഷഭൻ എന്നുള്ള പുത്രനുണ്ടായി. ആ ഋഷഭനിൽ നിന്ന് ദേവേന്ദ്രൻ്റെ മകളായിരിക്കുന്ന ജയന്തിയെ വിവാഹം കഴിച്ച് അതിൽ 100 പുത്രന്മാരുണ്ടായി എന്നാണ് കഥ. ഈ 100 പുത്രന്മാരിൽ ആദ്യത്തെ പുത്രൻ്റെ പേരാണ് ഭരതൻ എന്നാണ് പേര്. അദ്ദേഹം ഈ ഭൂമിയെ ഭരിച്ചതുകൊണ്ടാണ് ഭാരതം എന്നുള്ള പേര് തന്നെ വന്നത്. അതിനു മുമ്പ് അജനാഭം എന്നുള്ളതായിരുന്നു ഈ ഭാരതത്തിൻ്റെ പേര്. അതിനുശേഷം 9 പേര് നവയോഗികളായിട്ട് പോയി. അവർ
ഉപകുർവാണന്മാർ അവരെ മറ്റ് ലൗകിക വിഷയങ്ങളൊക്കെ വെടിഞ്ഞുകൊണ്ട് പോയി. 9 പേര് സാമന്ത രാജാക്കന്മാരായിട്ട് പോയി. മറ്റ് 81 പേരുണ്ടായിരുന്നു, അവർ കർമ്മം കൊണ്ട് ബ്രാഹ്മണന്മാരായിട്ട് തീർന്നു എന്ന് പറഞ്ഞിട്ടാണ് ആ പ്രകരണം അവിടെ അവസാനിപ്പിക്കുക. രാജാവേ, ഈ കഥ ഞാൻ ഏകാദശസ്കന്ധം വരുമ്പോൾ അങ്ങേക്ക് പറഞ്ഞു തരാട്ടോ എന്ന് അപ്പോൾ പറഞ്ഞ് നിർത്തിയിട്ടുണ്ട്. നമ്മളൊക്കെ അത് മറന്നുപോയി എന്നാണ് ഇതിനിടയ്ക്ക്, അല്ലേ? പൂക്കും വരവും കഥകളൊക്കെ നമ്മൾ മറന്നുപോയി. ഇന്നിവിടെ നേരത്തെ അത് പറഞ്ഞു വെച്ചിരിക്കുന്നു. എന്നിട്ടാണ് ഇവിടെ പറയേണ്ടത്. ആ ഉദാഹരണ സഹിതം ആ കഥകളൊക്കെ ഒന്ന് സൂചിപ്പിച്ചുകൊണ്ട് കടന്നു. അങ്ങനെ ഒരിക്കൽ അവരുടെ പേര് പറയുകയാണ് നാരദ മഹർഷി. പേര് തന്നെ പറഞ്ഞാൽ ശുദ്ധി കിട്ടും എന്ന് പറയാണ്. കവിർഹരി അന്തരീക്ഷ പ്രബുദ്ധാപിപ്പലായന ആവൃഗോത്രോദ്രുമിള ചമസാ കരഭാജന. ആരൊക്കെയാണ്? കവി, ഹരി, അന്തരീക്ഷൻ, പ്രബുദ്ധൻ, പിപ്പലായനൻ, ആഭിഗോത്രൻ, ദ്രുമിളൻ, ചമസൻ, കരഭാജനൻ. ഇങ്ങനെ 9 പേരെയാണ് നമുക്കിതാ പറഞ്ഞു തരാൻ വേണ്ടി നിർത്തിയിരിക്കുന്നതാണ്. അവരെങ്ങനെയാണ്? തേതേ ഭഗവദ്രൂപം വിശ്വം സദസദാത്മകം ആത്മനോ വ്യതിരേകേണ പശ്യന്തോ വചരൻ മഹിം. മഹിച്ച ഭൂമിയിലെ അവർ നടക്കുമെന്നോ സകലത്തിലും ഭഗവത് രൂപം കണ്ടിട്ടാണ് അവർ നടക്കാന്നാണ്. സകലത്തിലും ഭഗവത് രൂപം നിറഞ്ഞിരിക്കണമെന്നാണ്. ആരോടും വൈരില്ല എന്നാണ്. നിർവൈര സർവഭൂതാനാം എന്നാണ്. ആരോടും വൈരില്ലാത്താണ് അവർ എന്നാണ്. അങ്ങനെ നടക്കുന്നവർ ഒരിക്കൽ ഏകതാ നിമേ സത്രം ഉഷയക്മൂര്യദൃച്ഛയാ. ഒരു ദിവസം ഈ സത്രം നടക്കുകയാണ് നിമിരാജാവിൻ്റെ കൊട്ടാരത്തിൽ. അവിടേക്ക് യദൃച്ഛയാ എന്നാണ്. എന്താ യദൃച്ഛയ എന്ന് പറഞ്ഞാൽ? അതെപ്പോഴും പ്രയോഗിക്കേണ്ട ഒരു പദമല്ല എന്നാണ് യദൃച്ഛയ. നമ്മളിപ്പോൾ ടൗണിൽ വെച്ച് ഒരാളെ കണ്ടു എന്ന് വെച്ചാൽ യാദൃച്ഛികമായിട്ട് കണ്ടു എന്ന് പറയുന്നതാണ്, അല്ലേ? അത് ആരുടെ ഇച്ഛയാണ്? ഈശ്വരൻ്റെ ഇച്ഛയാൽ കാണുന്നത് കൊണ്ടാണ് യദൃച്ഛയ എന്ന് പറയാൻ കാരണം. ഇതൊക്കെ ഭഗവാന്റെ അനുഗ്രഹം തന്നെയാണ്. അങ്ങനെ കണ്ട സമയത്ത് അവരെ വേണ്ട വിധത്തിൽ പൂജിച്ചൊക്കെ ഇരുത്തി അവരുടെ മാഹാത്മ്യങ്ങളൊക്കെ പറഞ്ഞു എന്നാണ്. നവാഭവൻ മകാഭാഗ മുനയോ യർത്തശംസിന. അവരുടെ മുഖത്തു നിന്നുള്ള വാക്കുകൾ കേട്ടാൽ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം ഇതൊക്കെ കിട്ടുന്ന അർത്ഥശംസിന. അത്രയും കഴിവുള്ളവരാണ് അവർ എന്നാണ്. അതുപോലെ തന്നെ അവർ ആധ്യാത്മികമായിട്ട് ഉയർന്ന വ്യക്തികളാണ്. ശ്രമണ, അല്ലേ? എല്ലാവർക്കും ശ്രുതി, സ്മൃതി, പുരാണം എല്ലാവർക്കും അറിയാവുന്ന ആളുകളാണ് അവർ. വാദരശന. എന്താ വാദരശന എന്ന് പറഞ്ഞാൽ? അന്നത്തിനോ വസ്ത്രത്തിനോ മറ്റു കാര്യങ്ങൾക്കോ വേണ്ടി ഓടി നടക്കാറില്ല എന്നാണ് അവരതിലൊന്നും യാതൊരു ശ്രദ്ധയില്ല എന്നാണ്. ആദരചന ആത്മവിദ്യാ വിശാരദ. ആത്മവിദ്യാ വിശാരദന്മാരാണ്. ജ്ഞാനം അതങ്ങനെ തുളുമ്പി നിൽക്കുന്നതായിരിക്കുന്ന വ്യക്തികളാണ് അവർ. അങ്ങനെയുള്ള അവരെയാണ് പൂജിച്ച് വേണ്ട വിധത്തിൽ അവരോട് ചോദിക്കുകയാണ് വിദേഹ രാജാവ്. മഞ്ഞേ ഭഗവത സാക്ഷാൽ പാഷദാൻ വോ മധുദിശ വിഷ്ണോർഭൂതാനി ലോകാനാം പാവനായ ചരന്തിഹി. നിങ്ങൾ ആരാണെന്നറിയോ? പാർഷദാൻവോ മധുദിശ. സാക്ഷാൽ വിഷ്ണു ഭഗവാന്റെ പാർഷദന്മാരാണ് നിങ്ങളൊക്കെ. നിങ്ങളെപ്പോലെയുള്ള മഹാന്മാർ എന്തിനു വേണ്ടിയിട്ടാണ് നടക്കുന്നത്? നേരത്തെ നാരദ മഹർഷിയോട് വസുദേവർ പറഞ്ഞോണം, ലോകാനാം പാവനായ, ലോകത്തിന് മുഴുവൻ പരിപാവന ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ്. അല്ലേ? നമ്മളൊക്കെ സാധാരണ ദുഃഖങ്ങളിലാണ് കിടക്കുന്നത്. ഏതൊക്കെയാണ് ദുഃഖങ്ങൾ? ആദിദൈവികം, അല്ലേ? ആധ്യാത്മികം, ആദിഭൗതികം. 3 ദുഃഖത്തിലാണ് നമ്മൾ കിടക്കുന്നത്. വേറൊരു ദുഃഖമില്ല, ഇതിൽ പെടുന്നതാണല്ലോ എന്നാണ്. ഈ ദുഃഖങ്ങളെ മൂന്നെങ്കിൽ ആര് വേണം? ഭഗവാന്റെ അനുഗ്രഹം തന്നെ വേണം. നമ്മളാൽ തീർക്കാൻ പറ്റുന്ന ദുഃഖങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നിസ്സാരമേ ഉള്ളൂ എന്നാണ്. ഈശ്വരൻ വന്നാൽ മാത്രമേ നമുക്ക് ദുഃഖങ്ങൾ തീർത്ത് കിട്ടുള്ളൂ. ഇപ്പോൾ ആദിഭൗതികം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളാൽ ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ, നമ്മളിവിടെ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവുന്ന ദുഃഖങ്ങളാണെന്നാണ്. ഇപ്പം മഴ പെയ്തില്ല, കുടയെടുത്തു, അല്ലേ? അല്ലെങ്കിൽ കുടയെടുത്തില്ല, മഴ കൊണ്ടു, നീരിളക്കം പിടിച്ചു, ഇങ്ങനെയുള്ള പനികളൊക്കെ വന്നാൽ ഇതൊക്കെ ഭൗതികമായിട്ടുള്ളതാണ്. അതിനൊക്കെ മരുന്ന് കഴിച്ചാൽ മാറി കിട്ടുന്നതാണ്. അതിന് നമ്മൾ വഴിപാടൊന്നും നേരിടേണ്ട യാതൊരു ആവശ്യമില്ല എന്നാണ്. നല്ല നിസ്സാര കാര്യങ്ങളാണ് അതൊക്കെ ഭഗവാന്റെ ദൃഷ്ടിയിൽ തന്നെ പ്രകൃതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണെന്നാണ്. അതിന് കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതൊന്നും. അതുപോലെ മാനസികമായിട്ടുണ്ടാവും, നമ്മളിൽ നിന്നുണ്ടാവുന്ന കുറേ കുഴപ്പങ്ങളുണ്ട് എന്നാണ്. നമ്മൾ തന്നെ എന്തെങ്കിലും വേണ്ടാത്ത പറഞ്ഞിട്ട് ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടായിത്തീരും. അത് നമ്മളെ തന്നെ ബാധിക്കും. ഇനി ഇതൊന്നുമല്ല, ഈശ്വരനാൽ ഉണ്ടാക്കപ്പെട്ടതായിരിക്കുന്ന ചില കാര്യങ്ങളുണ്ടെന്നാണ്. ആദിദൈവികം എന്നാണ് അതിനെ പറയുക. ഇപ്പം സുനാമി വന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും തിരുവനന്തപുരത്തേക്ക് മുഖ്യമന്ത്രി എൻ്റെ അടുത്ത ആളാണ്, ഞാൻ ഒരു അപേക്ഷ ഇങ്ങോട്ട് വെച്ചാൽ സുനാമി നിർത്താൻ പറ്റും? ആരെങ്കിലും നിർത്താൻ പറ്റില്ല എന്നാണ്. അത് ആർക്കേ പറ്റുള്ളൂ? ഈശ്വരനെ മാത്രമേ പറ്റുള്ളൂ. അല്ലെങ്കിൽ വേണ്ട, നല്ല ഇടി വെട്ടണമെന്ന് വിചാരിക്കുക, നമ്മൾ പഞ്ചായത്തിലേക്ക് അപേക്ഷ വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ?
ഒരു കാര്യമില്ല എന്നാണ്. അത് ആർക്കേ പറ്റുള്ളൂ? ഈശ്വരന് മാത്രമേ പറ്റുള്ളൂ എന്നാണ്. അപ്പോൾ 3 വിധത്തിലുള്ള താപത്രങ്ങൾ തീരാൻ ഭഗവാനെ ആരാധിച്ചാൽ മതി എന്നാണ്. അതുകൊണ്ട് അങ്ങയെ പോലുള്ള ആളുകളെ കാണാന്ന് പറഞ്ഞാൽ ദുർലഭോ മാനുഷോ ദേഗോ ദേഹിനം ക്ഷണഭങ്കുരാ. മഹർഷിമാരെ, ദുർലഭമായിട്ടാണ് കേട്ടോ ഈ മനുഷ്യജന്മം കിട്ടുക. അദ്ദേഹം ഇപ്പം നിമിരാജാവ് അറിവില്ലാത്ത ആളൊന്നല്ല. അദ്ദേഹം പറയാണ് ദുർലഭോ മാനുഷോ ദേഗോ, ഈ മനുഷ്യ ശരീരം കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ദുർലഭമാണ് എന്നാണ്. കിട്ടിയ ദേഹോ ദേഹിനാം ക്ഷണഭങ്കുര, എന്ന് നശിച്ചു പോകുന്നു, എപ്പോ വീണു പോകുന്നൊന്നും പറയാൻ പറ്റില്ല, ആർക്കും പറയാൻ പറ്റില്ല അല്ലേ. അത്രയും അറിവില്ലാത്തതാണ് നമ്മൾ ഇരിക്കുന്നത്. ശരീരത്തെ പറ്റി നമുക്കൊരു ബോധമൊന്നുമില്ല. നമ്മൾ ശരീരത്തെ നിലനിർത്താൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യും എന്നുണ്ടെങ്കിലും അതെപ്പോൾ വീണു പോകും, നശിച്ചു പോകുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്ന് മാത്രം. അപ്പം അതുകൊണ്ട് ക്ഷണഭങ്കുരം എപ്പോൾ വേണമെങ്കിൽ നശിച്ചു പോകാം അത് എന്നാണ്. അതൊക്കെ പോട്ടെ, അതിലും വളരെ ദുർലഭമാണ് എന്ത്? മഞ്ഞേ വൈകുണ്ഠ പ്രിയ ദർശനം. അല്ലെ, ജനിച്ച് 100 വയസ്സ് വരെ ജീവിച്ചിരുന്നു പറഞ്ഞിട്ട് ഒരു പ്രയോജനവും ഇല്ല എന്നാണ്. വൈകുണ്ഠ പ്രിയ ദർശനം. ഭഗവത് ഭക്തന്മാരെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുക. ഭഗവത് ഭക്തന്മാരെ കണ്ട് അവരുടെ പാദസ്പർശനം ഏറ്റിട്ടുണ്ടോ, അവരുടെ പാദത്തിൽ വീണിട്ടുണ്ടോ എന്നാൽ മാത്രമേ രക്ഷയുള്ളൂ എന്നാണ്. അത് ആത്യന്തികം ക്ഷേമം പൃച്ഛാമോ ഭവതോ അനഘ. നിങ്ങൾക്കൊരിക്കലും ഒരു പാപങ്ങളും, അനഘന്മാരാണ്. അഖം എന്ന് വെച്ചാൽ പാപം, അനഘന്മാരെന്ന് വെച്ചാൽ പാപം തീണ്ടാത്ത അയക്കുന്ന ആളുകളാണ് നിങ്ങൾ. നിങ്ങൾക്ക് ഒരിക്കലും പാപം നിങ്ങളെ തീണ്ടിട്ടില്ല എന്നാണ്. പക്ഷെ ഞങ്ങളെ പോലുള്ളതായിരിക്കുന്ന സംസാരേസ്മിൻ ക്ഷണാർദ്ധോപി സത്സംഗാശേവതീർന്നാം. ഞങ്ങളെ പോലെ സംസാരികളായിരിക്കുന്ന ഗൃഹസ്ഥന്മാരായിരിക്കുന്ന അല്ലേ, 100-ൽ 99% ആരാണ്? ഗൃഹസ്ഥന്മാരാണെന്നാണ് അല്ലേ. ഞങ്ങളെ പോലെ ഗൃഹസ്ഥന്മാരായിരിക്കുന്ന ആളുകൾക്ക് നിങ്ങളെ പോലെ സത്സംഗ ശേവതീർന്നാം. എന്താ ശേവതീർന്നാം എന്ന് പറഞ്ഞാൽ? വീടിന് അസ്ഥിവാരം താത്തുമ്പോൾ ഒരു കുടത്തിലൊരു നിധി കിട്ടിയാൽ അതിനെയാണ് ശേവതീ നിധി എന്ന് പറയാം അല്ലേ. അത് കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ദുഃഖങ്ങളും ദാരിദ്ര്യങ്ങളൊക്കെ തീരണത് പോലെയാണ് നിങ്ങളെ കിട്ടുക. അത് താൽക്കാലികമായുള്ള ദുഃഖമാണെങ്കിലും സുഖമാണെങ്കിലും നിങ്ങളിൽ നിന്നുള്ള ആ പാദസ്പർശം, നിങ്ങളെ കാണുക, ദർശന സ്പർശന, ഇതുണ്ടായി കഴിഞ്ഞാൽ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും തീർന്നു കിട്ടും. അതുകൊണ്ട് നിങ്ങൾ തന്നെയാണ് മഹാന്മാര് എന്നാണ്. എനിക്ക് ചോദിക്കാനുള്ള എന്താണ്? ധർമാൻ ഭാഗവതാൻ ബ്രൂത യതിനാശ്രൂതയേ ക്ഷമം യൈ പ്രസന്ന പ്രപന്നായ ദാസന്ത്യാത്മാനമപ്യജാം. ഭഗവാൻ പ്രസാദിക്കാൻ പാകത്തിനുള്ളതായിരിക്കുന്ന ഭാഗവത ധർമ്മങ്ങൾ എന്താണെന്ന് പറഞ്ഞു തരണം എന്നാണ്. ഇതങ്ങോട്ട് കേട്ടോടു കൂടിയിട്ട് അതിലത്തെ കവി എന്ന് പറയുന്നതായിരിക്കുന്ന മഹർഷിയാണ്. നവയോഗികളിൽ യോഗ്യനായിരിക്കുന്ന നവയോഗികളിൽ ഹരി എന്ന യോഗിയാണ് അതിന് പറയാം. കവി എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? കൗതി ധർമ്മൗ ഇത് കവി എന്നാണ്. ധർമാധർമ്മങ്ങളെ തൻ്റെ വാക്കുകളിലൂടെ, തൻ്റെ പേനയിലൂടെ എഴുതി സാധാരണ ജനങ്ങളെ ഉത്ബോധിപ്പിച്ച് കൊണ്ടുവരാന്നുള്ളതായിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ് ആർക്കുള്ളത്? കവികൾക്കുള്ളത് എന്നാണ്. അതാണ് കവി ആദ്യം തന്നെ അതിന് പറയാൻ തീരുമാനിച്ചു അല്ലേ. കവി നമ്മളെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട് പലരും എത്രയോ കൃതികൾ എഴുതിയിരിക്കണം അല്ലേ. ഭാരതമെന്നു കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളമെന്നു കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്കു ഞരമ്പുകളിൽ അല്ലേ. ഇതൊക്കെയാണ് കവികൾ പാടിയിരിക്കണമെന്നാണ്. എന്താ? രാഷ്ട്രത്തിനോടുള്ള സ്നേഹം അല്ലേ, അമ്മയെ പോലെ കണക്കാക്കുക ആ രാജ്യത്തെ. ഇത്രയും ആകാത്മ്യം കവിയാണ്. അത് പറയാം, കവി എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ആകാത്മ്യം കൊടുക്കുന്നതായിരിക്കുന്ന ആളുകളായിരിക്കണം. അദ്ദേഹം പറഞ്ഞു മഞ്ഞി എന്നാണ് ആദ്യം പറഞ്ഞത്. എന്താ? ഞാൻ വിചാരിക്കണു എന്നാണ് പറഞ്ഞത്. അല്ലാണ്ട് ഭാരതീയ സംസ്കാരത്തിൽ അല്ലെങ്കിൽ ഹിന്ദു ധർമ്മത്തിൽ നിർബന്ധമൊന്നുമില്ല എന്നാണ് ഒന്നിനെയും. അതുകൊണ്ടാണ് അദ്ദേഹം മഞ്ഞി എന്നുള്ള പദം പ്രയോഗിക്കുക. ഞാൻ വിചാരിക്കുകയാണ്. അകുതച്ചിൽ ഭയമച്യുതസ്യ പാദാംബുജോ വാസനമത്ര നിത്യം ഉദ്വിഗ്ന ബുദ്ധേ അസദാത്മഭാവാൽ വിശ്വാത്മന എത്ര നിവർത്തതേ ഭീഞ്ച ഭയം അല്ലെ. ഏതിലാണ് ഭയം ഉള്ളത്? നമ്മൾ രണ്ട് എന്ന് തോന്നുമ്പോഴാണ് നമുക്ക് ഭയം ഉണ്ടാവണേ. ഞാൻ ശരീരമാണ് എന്ന തോന്നൽ വരുമ്പോഴാണ് നമുക്ക് ഭയം ഉണ്ടാവണേ. ഞാൻ ശരീരമല്ല, ഞാൻ ആത്മാവാണ് എന്നുള്ള ബോധം നല്ലോണം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് പിന്നെ പേടിയുണ്ടാവില്ല എന്നാണ്. ഞാനല്ലാതെ വേറൊരാളുണ്ട് എന്ന് സങ്കല്പിക്കുമ്പോഴാണ് പേടി. അത് രാത്രി ഒന്ന് ആലോചിച്ചാൽ മതി എന്നാണ്. രാത്രി തൻ്റെ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരിക്കുക, ഉമർത്ത് വാഴയുടെ തണ്ടൊക്കെ ഇങ്ങനെ ഒടിഞ്ഞ് വീണ് കിടക്കേണ്ടതെന്ന് വിചാരിക്കുക, നല്ല ദ്രാവുണ്ടെന്ന് വിചാരിക്കുക. ഈ സമയത്താണ് അതിൻ്റെ ആ വാഴത്തണ്ട ഉണങ്ങിയത് ഇങ്ങനെ കിടന്നൊന്ന് ആടുമ്പോഴാണ് ആരോ വന്ന് ഒളിച്ചിരിക്കണോ എന്ന് തോന്നണമെന്നാണ് അല്ലേ. മനസ്സിൽ കണക്ക് കൂട്ടി ഉണ്ടാക്കി, ഞാനല്ലാണ്ട് വേറൊരാൾ അവിടെ ഉണ്ടാക്കിയെന്നാണെന്നാണ്.
അതെ, സങ്കല്പിച്ചുണ്ടാക്കി കൂട്ടുന്ന വസ്തുക്കളാണ് അതൊക്കെ, സത്യമല്ലായിരുന്നു അത് എന്നാണ്. അതുകൊണ്ട് ആ അജ്ഞത 2 എന്നുള്ളതായിരിക്കുന്ന അറിവിനെ ഇല്ലാണ്ടാക്കണം. അത് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ അച്യുതസ്യ പാദാംബുജം, അതിനുള്ളൊരു വഴി എന്താണെന്നറിയോ? അച്യുതൻ്റെ ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിക്കുക അല്ലേ. പദഭജനം ശ്രേയ അല്ലേ. ശ്രേയസ് കിട്ടണോ? ആ ഭഗവാന്റെ പാദത്തെ ഭജിച്ചോളൂ എന്നാണ്. ശ്രേയസ്സും പ്രേയസ്സും കിട്ടണം അല്ലേ. ശ്രേയസ്സും ഉണ്ട് പ്രേയസ്സും ഉണ്ട് എന്നാണ്. എന്താ പ്രേയസ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെയാണെന്നാണ്. പക്ഷെ ശ്രേയസ് നമുക്ക് കിട്ടണ്ടോ എന്നുള്ള കാര്യം അറിയില്ല എന്നാണ് അല്ലേ. ആ ലക്ഷ്യം. അതുകൊണ്ട് ആ പേടി, ഉദ്വിഗ്ന ബുദ്ധി എന്ന് പറഞ്ഞാൽ പേടി, നമ്മളിൽ നിന്ന് പേടിയൊക്കെ മാറ്റണം എന്നാണ്. പേടി ഏത് വിധത്തിലാ? അനവധി വിധത്തിലുണ്ട് നമുക്ക് പേടി എന്നാണ്. തലമുടി നരയ്ക്കാൻ തുടങ്ങിയാൽ പേടിയായി അല്ലേ. ശരീരം ചുളിയാൻ തുടങ്ങിയാൽ പേടിയായി. കയ്യും കാലൊക്കെ നീരാണ്ടായി തുടങ്ങിയാൽ പേടിയായി. 60-ാം പിറന്നാൾ കഴിഞ്ഞാൽ ഉറപ്പായി ഇനി 200ഓളം കാലം ഇരിക്കില്ല എന്ന് ഉറപ്പായി എന്നാണ് അല്ലേ. ഇങ്ങനെ എല്ലാത്തിലും പേടിയാണ്. പണ്ഡിതന്മാർക്ക് മറ്റൊരു പണ്ഡിതനെ പേടി അല്ലേ. ഏതെങ്കിലും ഒരു വസ്തുവിനെ കണ്ടാൽ പേടി. എല്ലാവർക്കും എന്താ ഭയമാണ് എന്നാണ്. എന്തിനങ്ങനെ ഭയക്കണേ? ഒന്നും ഭയക്കേണ്ട ആവശ്യമില്ല എന്നാണ് അവിടെ അഭിപ്രായം. യൈ വൈ ഭഗവതാ പ്രോക്തതാം ഉപായാത്മലബ്ധയേ അഞ്ചപ്പും സാമത് വിദുഷാം വിദ്ധി ഭാഗവതാഹിതാൻ. ആ ഭാഗവതത്തെ ആശ്രയിച്ചു കഴിഞ്ഞാൽ എല്ലാ വിധത്തിലുള്ളതായിരിക്കുന്ന ആ ദോഷങ്ങളും തീരും. കവി പറയാണ്, ആ അറിവില്ലായ്മയാണ് നമുക്ക് ഈ ദുഃഖത്തിനുള്ള കാരണം എന്ന് പറഞ്ഞു. ഇനി ആ അറിവ് സമ്പാദിച്ചു കഴിഞ്ഞാൽ ആ ആത്മലബ്ധയെ തനിക്ക് നേടേണ്ടതായി നേടിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു വ്യക്തിക്ക് ധാവൻ നിമീലവാനേത്രേ നസ്കലേന പതേതിക, അങ്ങനെയുള്ളൊരു വ്യക്തി കണ്ണടച്ച് നടന്നാലും അവൻ കുഴിയിലോ വഴിക്ക് വീഴോ ഒന്നും ചെയ്യില്ല എന്നാണ്. എന്താ കാരണം? ആ ഭഗവാൻ എപ്പോഴും ഉണ്ടാവുന്നതാണ് അല്ലേ. നാരായണസ്ത്വമന്വേദി വത്സം ഗൗരിവ വത്സല. നാരായണൻ, പശുക്കുട്ടി കാണാണ്ട തള്ളപ്പശു എങ്ങനെയാണ് ഓടി നടക്കുന്നത് പോലെ ആ അന്വേഷിച്ച് നടക്കുന്നതാണ് നമ്മുടെ പിന്നാലെ നാരായണൻ. അതാണ് യഥാർത്ഥത്തിലുള്ളതായിരിക്കുന്ന ആ ഭക്തി എന്നാണ്. ഇനി എന്താണ് യഥാർത്ഥ ഭാഗവതധർമ്മം എന്ന് പറഞ്ഞാൽ? നമ്മൾ ഇന്നും ചെല്ലാറുള്ളതാണ് അല്ലേ. നവയോഗി സംവാദം എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടതും ചെയ്തയക്കുന്ന കാര്യങ്ങളോ ഒന്നും കൂടെ നമ്മളെ ഓർമ്മിപ്പിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഏതാ? കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാനസസ്വഭാവാത് കരോതിയൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയേ തത് എന്നാണ്. നമ്മൾ സമർപ്പയാമി എന്ന് പറയും. നമ്മൾ പറയുമ്പോൾ ഓരോരുത്തർ പറയുമ്പോൾ സമർപ്പയാമി എന്നാണ്. ഇത് നമുക്ക് ഉപദേശമാണെന്നാണ്. എന്തൊക്കെ വേണം? ആ കായം കൊണ്ട്, അല്ലെങ്കിൽ കായം എന്ന് പറയുന്നത് എന്താ? ശരീരം കൊണ്ട്, വാക്കുകളെ കൊണ്ട്, മനസ്സിനെ കൊണ്ട്, ഇന്ദ്രിയങ്ങളെ കൊണ്ട്, ബുദ്ധി, അനൃത സ്വഭാവം, നമുക്കുണ്ടാവുന്ന എല്ലാ വിധത്തിലുള്ളതായിരിക്കുന്ന ആ സ്വഭാവങ്ങളും പ്രവൃത്തികളൊക്കെ തന്നെ എന്ത് വേണം? ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുക. അങ്ങനെ സമർപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നില്ല എന്നാണ്. ഭയം ദ്വിതീയാവനിവേശതസ്മാൽ ഈശാദഭേദസ്യോ സ്മൃതി. അങ്ങനെ ഭഗവാന്റെ പാദത്തിൽ സ്മൃതി, ഓർമ്മ അല്ലെങ്കിൽ ആ ഭക്തി വളർന്നു വന്നാൽ അവന് അതൊന്നും ബാധിക്കില്ല എന്നാണ്. അപ്പം അവൻ്റെ അവിദ്യ കുറേശ്ശെ മറയാൻ തുടങ്ങി എന്നാണ്. ഇനി അതിന് ഭക്തി, ജ്ഞാനം, വൈരാഗ്യം പ്രാധാന്യമാണ്. ഭക്തി, ജ്ഞാനം, വൈരാഗ്യം ഉണ്ടായിത്തീരണമെങ്കിൽ എന്താണ് ഇവിടെ പറഞ്ഞു തന്നിരിക്കുന്നത്? ശൃണ്വൻ സുഭദ്രാണി രഥാംഗപാണേ ജന്മാനി കർമാണി ചയാനി ലോകേ ഗീതാനി നാമാനി തദർത്ഥകാനി ഗായൻ വിലജ്ജോ വിചരേൽ അസംഗഹ. ശൃണ്വൻ എന്നാണ് ആദ്യം തന്നെ പറയുന്നത്. എന്താ? കേൾക്കാർ മനസ്സിൻ്റെ ആവണം എന്നാണ് ആദ്യം തന്നെ. ശ്രവണം, കീർത്തനം, സ്മരണം, അങ്ങനെയാണ് സാധനാഭക്തി പോവുക. 8 വിധത്തിലുള്ള ഭക്തിയുടെ സാധ്യഭക്തി, സാധനാഭക്തി. ഈ സാധനാഭക്തിയാണ് ആദ്യം. നമ്മൾ ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ഇതൊരു മന്ത്രാഞ്ചിട്ട് പഠിക്കും നമ്മൾ കാണാപ്പാഠം. ഇതൊരു മന്ത്രമൊന്നല്ല. ഇതിലേ വളഞ്ഞ് ഇതിലേ പോയി കഴിഞ്ഞാൽ ബസ് സ്റ്റോപ്പിൽ ചെന്നാൽ വണ്ടി കിട്ടുമെന്ന് കാണിച്ചു തരുന്ന വഴിയാണ് എന്നാണ്. അല്ല, അത് കാണാപ്പാഠം പഠിച്ചിട്ട് കാര്യമില്ല അല്ലേ. അമ്പലത്തിന് അടക്കി ചെന്ന് കൃഷ്ണൻ്റെ മുമ്പിൽ എന്നിട്ട് ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ അത് പറഞ്ഞു തരണേന്ന് പറയും? നമുക്ക് ഇന്ന വഴിയിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാക്കുന്ന സാധനാഭക്തിയാണ് നമുക്ക് കാണിച്ചു തരണേ. അപ്പം അതുകൊണ്ട് ഇവിടെ പറഞ്ഞു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ശ്രവണാണ്. ശൃണ്വൻ സുഭദ്രാണി രഥാംഗപാണേ ജന്മാനി കർമാണി ചയാനി ലോകേ. ഈ ഭഗവാന്റെ സുഭദ്രങ്ങൾ ഉണ്ടാക്കിത്തരുന്നതായിരിക്കുന്ന ഭഗവാന്റെ പുണ്യകഥകളെ, രഥാംഗമണി ചക്രം കയ്യിൽ ധരിച്ചതായിരിക്കുന്ന ഭഗവാന്റെ കഥകളെ, ജന്മാനി കർമാണി ഭഗവാൻ അവതരിച്ചിട്ട് എന്തെല്ലാം കർമ്മങ്ങളൊക്കെ ചെയ്തോ ഈ കർമ്മങ്ങൾ ഇതൊക്കെ
നമ്മൾ പാടി നടക്കണം എന്ന് പറയാണ് അല്ലേ. തമത്ഭുതം ബാലകമംബുജേക്ഷണം ചതുർഭുജം. ഭഗവാൻ ജനിച്ചപ്പോൾ തന്നെ അത്ഭുതമാണ് ചെയ്തതെന്നാണ് അല്ലേ. പിന്നെ തമത്ഭുതം, ശുഖബ്രഹ്മർഷി അവിടെ അത്ഭുതം എന്ന് പറഞ്ഞതിന് പിന്നെ ഒരു മാറ്റവും വന്നിട്ടില്ല എന്നാണ് ഭഗവാൻ ഈ ഭൂമിയിൽ നിന്ന് യാത്ര പറയുന്നത്. അത്ഭുതം അത്ഭുതം അത്ഭുതമാണെന്നാണ്. അങ്ങനെയുള്ളതായിരിക്കുന്ന അത്ഭുത കഥകള് അത് കേട്ട് കഴിഞ്ഞാലോ സുഭദ്രാണി എന്നാണ്, നമുക്കൊക്കെ സുഭദ്രങ്ങൾ ഉണ്ടാക്കി തരുന്നതാണെന്നാണ്. നമ്മളിപ്പോൾ എല്ലാം ഭദ്രമായിട്ട് ഇരിപ്പാണെന്നാണ് നമ്മുടെ വിചാരം. വാസ്തവത്തിൽ ഭദ്രമൊന്നും ഇല്ല എന്നാണ് അല്ലേ. വാതിൽ പൂട്ടിക്കഴിഞ്ഞാൽ ഒന്നും കൂടെ നോക്കായി വലിച്ചേ പൂട്ട് ശരിയായില്ലേ നോക്കായി എന്നാണ്, ഭദ്രായില്ലേ എന്ന വിചാരം. ഒന്നും ഭദ്രമില്ല അത്രേ. അതുപോലെ ബാങ്കിൽ കാശിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ പുതിയ വാഹനം വാങ്ങിച്ചിട്ടുണ്ടെങ്കിലോ ഒക്കെ തന്നെ ഭദ്രാണ് നമ്മൾ തെറ്റിദ്ധരിക്കും. വാസ്തവത്തിൽ അതൊന്നും ഭദ്രമല്ല അത്രേ, സുഭദ്രായിട്ട് തീരണം എന്നാണ്. അതിനിതാ ഈ ഭഗവാന്റെ നാമങ്ങളാണ് ഏറ്റവും പ്രാധാന്യമുള്ളത് എന്നാണ്. ഈ ലോകത്തിലെ ആ കഥകളൊക്കെ പാടുക, കേൾക്കുക. ഗീതാനി നാമാനി, ഗീതങ്ങൾ പാടുക അല്ലേ, ഭഗവാന്റെ നാമങ്ങൾ പാടുക. എന്തുകൊണ്ടാണ് നാരദ മഹർഷി ഇത് പറയിപ്പിക്കുന്നത്? നാരദ മഹർഷി എപ്പോഴും ഭഗവാന്റെ കഥകൾ പാടി നടക്കുന്നതാണെന്നാണ്. നാരായണ എന്നുള്ളൊരു മറ്റേ മന്ത്രം മാത്രമേ നാരദ മഹർഷി പാടി കൂടുതൽ നടക്കുക അല്ലേ. നാരായണ 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 രാധാ ഗോവിന്ദ. രാധാ ഭഗവാന്റെ നാരായണ എന്നുള്ള മന്ത്രം അത് മാത്രം മതി എന്നാണ്. അതെങ്ങനെ? ഗീതാനി നാമാനി, ഇനി നാമങ്ങള് അല്ലേ. ഇവിടെ ഘോഷിക്കുന്നതാണ് വിഷ്ണു സഹസ്രനാമം, ഭഗവാന്റെ നാമങ്ങള് ആയിരക്കണക്കിൽ ഒതുക്കണമെന്നുള്ളൂ അല്ലേ. ആയിരക്കണക്കിനാണ് ഭഗവാന്റെ നാമങ്ങള് അല്ല എന്നാണ്, 1000 ഒതുക്കണു. സഹസ്രം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒതുങ്ങുന്നതല്ല, കൂടി കൂടി വരും, 1000കണക്കിന് എന്നാണ് അർത്ഥം എന്നാണ്. അങ്ങനെയുള്ള നാമങ്ങള് നാമാനി അതൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ തദർത്ഥകാനി. എന്തൊക്കെയാ? ഏതൊരുവനാണോ ഭഗവാന്റെ നാമങ്ങൾ ദിവസവും ചൊല്ലി ഭഗവാന്റെ കഥകളും പാടി നടക്കുന്നത്, പണ്ഡിതനായിക്കോട്ടെ കേമനായിക്കോട്ടെ അറിവില്ലാത്തനായിക്കോട്ടെ, വിടും നാമം 4 അക്ഷരം എന്നുള്ളതായിരിക്കുന്ന നാരായണ മന്ത്രം ആരാണോ ജപിച്ചു നടക്കുന്നത് അവർക്ക് തദർത്ഥകാനി എന്നാണ്. പുരുഷാർത്ഥങ്ങളൊക്കെ കിട്ടും. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം അതവർക്ക് കിട്ടും, യാതൊരു സംശയവും ഇല്ല എന്നാണ്. ഇതൊക്കെ എങ്ങനെ വേണം? പാടി നടക്കുമ്പോൾ ഗായൻ വിലജോ എന്നാണ്. നാമം ചെല്ലാൻ പറഞ്ഞാൽ മാത്രം നമ്മൾ തലപ്പ് തല കിഴപ്പിട്ടിടും അല്ലേ. 5 മിനിറ്റ് ആരുമില്ല വേദിയിലും ചോദിച്ചാൽ വർത്തമാനം നമുക്ക് റോഡിലേക്ക് കേൾക്കാമെന്നാണ്. അതിന് നമുക്ക് നാളെ ഗായൻ വിലജോ, ഒരിക്കലും നാണം വരേണ്ട ഉറക്കെ ഭഗവാന്റെ നാമം ജപിക്കാനായിട്ട് നമുക്ക് പറ്റണം. പിന്നെന്ത് വേണം? വിചരയിൽ അസംഗ, പരമാവധി സംഘമില്ലാണ്ട് നോക്കുക. അതാണ് ഏറ്റവും. സംഘം എന്ന് പറഞ്ഞാൽ എന്താ? ഭഗവാന്റെ കഥകൾ പറഞ്ഞ് നടക്കുമ്പോൾ അതൊരു സംഘമാണ്, അതിന് സത്സംഗം എന്നാണ് പറയാന്നാണ്. ഇപ്പൊ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്താ? സത്സംഗമാണ് എന്നാണ് അല്ലേ. സത്രാണ് നടത്തിക്കൊണ്ടിരിക്കണേന്നാണ്. എന്താ സത്രം എന്ന് പറഞ്ഞാൽ? ശ്രോതാക്കൾ ചിലപ്പോൾ വക്താക്കളായി വേദിയിൽ വന്ന് കയറിയിരിക്കും, വക്താക്കള് ശ്രോതാക്കളായിട്ട് വന്ന് വേദിക്ക് താഴെ ഇരിക്കും. ഇതാണ് സത്രത്തിന്റെ പ്രത്യേകത. എന്നാൽ സപ്താഹം എന്ന് പറഞ്ഞാലോ ഒരു ആചാര്യനെ സ്വീകരിച്ച് അത് വേണ്ട വിധത്തിൽ 7 ദിവസം അത് പറഞ്ഞ് വായിച്ചും പറഞ്ഞും ജനങ്ങളെ ഉത്ബുദ്ധരാക്കി എടുക്കാന്നാണ്. അതാണ് അതിൻ്റെ പ്രാധാന്യം. എന്താണ് സത്രവും അത് നടക്കുക. അതുപോലെ സത്രമാണ് അവിടെ നടക്കുന്നത്. സത്രം സഹസ്രസമാസത, 1000കണക്കിന് വർഷം നീണ്ടു നിൽക്കുന്ന ഒരു സത്രത്തിന് വേണ്ടിയിട്ടാണ് ശൗനകാദ് ഋഷീശ്വരന്മാർ അവിടെ വന്ന് നിൽക്കുന്നത്. അപ്പോഴാണ് സൂതൻ വരുന്നതും സൂതനെ സ്വീകരിച്ചിരുത്തി ഭഗവാന്റെ കഥകൾ സൂതനെ കൊണ്ട് പറയിപ്പിക്കുന്നതും. കഥ കേൾക്കാനിരിക്കുന്നവരാരാണെന്ന് ആലോചിക്കണം. 85,000-ഓളം വരുന്ന പണ്ഡിതന്മാരായിരിക്കുന്ന ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരായിരിക്കുന്ന ശൗനകാദികളാണ് ഇരിക്കണേന്നാണ്. അവർക്ക് പുരാണമല്ല വേദങ്ങളും ഉപനിഷത്തുകളും മറ്റൊക്കെ പഠിച്ച് പാസ്സായിരിക്കുന്ന ആളാണ് അവര്. എന്നാൽ അവര് ഇവിടെ വന്നിരുന്നു, സൂതന്റെ മുമ്പിൽ വന്ന് ഭഗവാന്റെ കഥകൾ കേൾക്കണം എന്ന് പറഞ്ഞിരുന്നു എന്നാണ്. സൂതനാണെന്ന് പറഞ്ഞാലോ സൂതനാകെ പുരാണം മാത്രമേ അറിയുള്ളൂ എന്നാണ്. താഴത്ത് കേൾക്കാതിരിക്കണവർക്കോ അനവധി അറിവുള്ളവരാണ് എന്നാണ്. അതാണ് അതിന്റെ പ്രത്യേകത. സത്രത്തിന്റെ പ്രത്യേകത അതാണ്. അറിവുള്ളവരാണ് കേൾക്കാനിരിക്കുന്നവർ മുഴുവനും. സൂതന് കേവലം എന്തറിയാം? ഈ പുരാണത്തിലെ കഥകളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ മാത്രം. അങ്ങനെ ഒരു ഉപജീവനം കഴിക്കുന്ന ആളാണ് ആര്? സൂതൻ. അങ്ങനെയുള്ള സൂതന്റെ മുമ്പിൽ അവര് ഇരുന്നു കൊണ്ട് ഭഗവാന്റെ കഥകൾ കേൾക്കാനായിട്ട് താല്പര്യം ഉണ്ടായി എന്നാണ്. അവിടെ ഒരു അജ്ഞത ഉണ്ടായില്ല എന്നാണ്. ഞങ്ങൾ കേമന്മാര് എന്നുള്ളൊരു ഭാവമൊന്നും അവിടെ ഉണ്ടായില്ല. അതുകൊണ്ടാണ് സൂതൻ ആദ്യത്തെ പ്രഥമസ്കന്ധത്തിലെ 3-ാമത്തെ അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകത്തിൽ പറയും എന്ത്? യഥാതീതം യഥാമതി. എന്താ പറയണേ? യഥാതീതം യഥാമതി. എൻ്റെ ഗുരുക്കന്മാര് ആചാര്യശ്രേഷ്ഠന്മാര് പറഞ്ഞു തന്നതനുസരിച്ച്
ഞാൻ ആ കേട്ടത് എൻ്റെ ബുദ്ധിയിൽ മതിച്ച ബുദ്ധി എൻ്റെ ബുദ്ധിയിൽ നിൽക്കുന്നതനുസരിച്ച് ഞാൻ പഠിച്ചതനുസരിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അല്ലാതെ നിങ്ങളെ നിപുണന്മാരൊന്നാക്കാൻ സാധ്യമല്ല എന്നാണ് നേരത്തെ തന്നെ പറഞ്ഞു അത്രയാര് സൂതൻ. അതാണ് സൂതൻ്റെ എളിമ. ഒക്കെ ഞാൻ പഠിച്ച് പാസ്സായി എന്നുള്ള ഭാവം ആർക്കുണ്ടായിരുന്നില്ല, സൂതനുണ്ടായില്ല എന്നാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വാക്കുകളാണ് യഥാതീതം യഥാമതി, എൻ്റെ ബുദ്ധിയിലുള്ളത് പറഞ്ഞുതരാമെന്നാണ്. അപ്പം അതുകൊണ്ട് ഇവിടെ പറയുകയാണ് വിജരയിൽ സംഘം ചെയ്യാണ്ടിരിക്കണം, നാണം ഉണ്ടാവാൻ പാടില്ല ഭഗവാന്റെ നാമം ചെല്ലുമ്പോൾ നാണം. അതിന് സംഘങ്ങൾ ഏതൊക്കെ വിധത്തിലാണ് നമുക്ക് വരിക? വിഷയങ്ങളിലുള്ള പല വിഷയങ്ങളിലാണ് നമ്മുടെ മനസ്സിരിക്കണേന്നാണ്. ഇവിടെ നിർത്തി പോയിട്ട് വേണം 7 മണിക്ക് തുടങ്ങണ സീരിയൽ കാണാമെന്ന് വിചാരിക്കുന്ന ഒരു കുറേ ആളുകളുണ്ടാവുന്നതാണ് അല്ലേ? തുടങ്ങായി നമ്മളെ ചതിക്കാനും വഞ്ചിക്കാനും. ഒരേ വിഷയത്തെ തന്നെ മാറ്റിയും മറിച്ചും തന്ന് നമ്മളെ ഇങ്ങനെ വിഷയങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ബ്രഹ്മാവ് വേറെ സ്തുതിയിൽ പറയും ഭാഗവത്തില്, നമ്മളെങ്ങനെ ഇരിക്കണമെന്നറിയോ? കുകതാമതിഘ്നി എന്നാണ് നമ്മളെ പറയാ. വേണ്ടാത്ത കഥയിൽ മനസ്സ് വന്നിട്ടാണ് നമ്മൾ ഇരിക്കണേന്നാണ്. എന്താ വേണ്ടാത്ത കഥ? ഇപ്പോൾ സീരിയലിൻ്റെ കഥകൾ വേണമെങ്കിൽ ഒന്ന് നോക്കിയാൽ മതി എന്നാണ്. ഇപ്പോൾ കഥകളൊക്കെ അങ്ങനെ കേട്ട് ഓരോ എപ്പിസോഡ് നമ്മൾ കേട്ട് ഒരു വെള്ളിയാഴ്ച എത്തിയെന്ന് വിചാരിച്ചാൽ മതി. വെള്ളിയാഴ്ച എത്തിക്കഴിയുമ്പോൾ അതിലെന്താ ആകെയുള്ളത്? ഒന്നില്ലെങ്കിൽ അമ്മായിയും മരുമോളായിട്ടുള്ള കലഹം, അല്ലെങ്കിൽ ഒരു പ്രേമ കലഹം. ഇതാണ് നമ്മൾ സാധാരണ നാട്ടിൽ കാണുന്ന കലഹങ്ങൾ തന്നെ കാശ് കൊടുത്ത് മുമ്പിലിരുന്ന് കാണണമെന്ന് മാത്രമേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. അങ്ങനെയുള്ള ഒരു കഥയിൽ എന്താ പറയണേ? ഇപ്പോൾ ശങ്കരൻകുട്ടിയും കല്യാണിക്കുട്ടിയും പ്രേമത്തിലാണെന്ന് മാത്രം വിചാരിച്ചാൽ മതി. ഒരു കഥ, ഒരു സീരിയൽ കഥ, നിസ്സാരമാണല്ലോ കഥകൾ. കല്യാണിക്കുട്ടി മുറ്റമടിച്ച് വാരുമ്പോഴാണ് ശങ്കരൻകുട്ടിയുടെ മൊബൈൽ കോള് വന്നത്. ഓടിച്ചെന്ന കല്യാണിക്കുട്ടി മൊബൈലൊക്കെ എടുത്തു. അതിൽ പറഞ്ഞെന്താ? ശങ്കരൻകുട്ടി പറഞ്ഞെന്താ? നീ എന്നെ മറന്നേക്കൂ എന്നാണെന്നാണ്. ഇപ്പം ഇത്ര നാൾ പ്രേമിച്ചേരുന്നതാണ്, നീ എന്നെ മറന്നേക്കൂ എന്നാണ്. ഇതങ്ങോട്ട് കേട്ട വശം കല്യാണിക്കുട്ടി ചൂലും കൊണ്ട് ടെറസിൻ്റെ മുകളിലേക്ക് ഓടിക്കേറിയെന്നാണ് കഥ. ഓടിക്കേറിയിട്ടോ താഴ്ത്തിക്കൊന്ന് നോക്കി, ഈശ്വരാന്ന് പറയലും വെള്ളിയാഴ്ചയായിരുന്നു, സമയം കഴിഞ്ഞു, സീരിയൽ കഴിഞ്ഞു എന്നാണ്, തുടരും എന്നാണ്. പിന്നെ വെള്ളിയും കഴിഞ്ഞ് ശനിയും കഴിഞ്ഞ് ഞായറും കഴിഞ്ഞ് നമ്മളൊരു ടെൻഷൻ അടിക്കലുണ്ട് അല്ലേ? ഫോണിൽ കൂടെ വിളിച്ച് ചോദിക്കലായി, അവള് ചാടോടി എന്ന് വരെ ചോദിക്കുന്നതാണെന്നാണ് അല്ലേ? ഇതാണ് നമ്മളെ. അപ്പൊ കുകതാമതിഗ്നി, ചിലവരെന്താ പറയാ, അവൾ വേണമെങ്കിൽ ചാടിക്കോട്ടെ എന്നാണ്. പിറ്റേ ദിവസം കാത്തിരുന്ന് തിങ്കളാഴ്ച വന്നു. അടുത്ത എപ്പിസോഡിൽ തുടങ്ങിയപ്പോൾ എന്താണെന്നറിയോ? അവള് ശങ്കരൻകുട്ടി വേണ്ടാന്ന് പോയേനല്ല കരഞ്ഞേന്നാണ്. ടെറസിന്റെ മുകളിൽ ചവറ് കണ്ടിട്ടാണ് ഈശ്വര എന്ന് പറഞ്ഞേന്നാണ്, അടിച്ചു വാരി കളയാൻ പഠിച്ചിട്ട്. അവൾക്ക് ആ ശങ്കരൻകുട്ടി പോയ വേറെ ശങ്കരൻകുട്ടി, ഇത്രയേ ഉള്ളൂ എന്നാണെന്നാണ് കഥ. അപ്പം ഇങ്ങനത്തെ നിസാര കഥകളിലൊക്കെ കുകതാമതിഗ്നി, മതി വന്ന് നമ്മളിങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ തള്ളിക്കൂട്ടൂത്രേ കഥകൾ എന്നാണ്. അതുകൊണ്ട് ഇവിടെ പറയാണ് അതൊരു സംഘാണ് അല്ലേ? കൃത്യസമയത്ത് നാമം ചൊല്ലിയിലും കൃത്യസമയത്ത് സീരിയൽ കാണുന്നതാണ്, അതൊരു സംഘാണ്. അപ്പം ഇങ്ങനത്തെ വസ്തുക്കളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട്, അതുപോലെ തന്നെ വിഷയങ്ങൾ കുറേ ഉണ്ട്, മൂക്കുകൊണ്ട് കണ്ണുകൊണ്ട് നാക്കുകൊണ്ട് ഒക്കെ അനുഭവിക്കുന്ന വിഷയങ്ങളെ കുറേശ്ശെ ഉപേക്ഷിക്കാൻ പറ്റണം എന്നാണ്. എന്നും ദോശയ്ക്ക് ചമ്മന്തിപ്പൊടി ഉണ്ടായാലോ ദോശ തിന്നുള്ളൂ എന്നുള്ള നിർബന്ധം ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ മാറ്റണം എന്നാണത്. ഇങ്ങനെ അതൊരു സംഘാണ്, നമുക്ക് കുഴപ്പമാണ് തീരുന്നതാണത് അല്ലേ? രുചി. ഇങ്ങനെ ഓരോ വസ്തുവിനെ നമ്മൾ മാറ്റാനായിട്ടുള്ള തയ്യാറാവണം മനസ്സുകൊണ്ട് എന്നാണ്. പിന്നെ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ ഇപ്പോൾ ക്ഷേത്രത്തിലേക്ക് വരിക എന്ന് വിചാരിച്ചാൽ സംഘം ഉണ്ടാവാൻ പാടില്ല. ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ എങ്ങനെ വേണം? ഒറ്റയ്ക്ക് വന്നാൽ മതി എന്നാണ് ഒരു ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ. വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ വിശ്വസഹസ്രനാമം അങ്ങോട്ട് ജപിച്ചു തുടങ്ങാം. ക്ഷേത്ര തൊട്ടടുത്തഞ്ച് വന്നു പ്രദക്ഷിണൊക്കെ വെച്ച് കാര്യമുമ്പോഴേക്കും വിശ്വസഹസ്രനാമം ജപിച്ചു കഴിഞ്ഞു. 2 ആളും കൂടി ഉണ്ടായാലോ നാമം ചെല്ലാൻ പറ്റില്ല എന്നാണ് അല്ലേ? 2 ആൾ കൂടിയാൽ മൂന്നാമതൊരാളുടെ കാര്യം പറയുന്നുള്ള കാര്യം ഉറപ്പാണ് എന്നാണ്. അപ്പം അതുകൊണ്ട് സംഘം ഉണ്ടായാൽ ഇതായി തീർന്നു. പിന്നെന്ത് വേണം? പലതും നമ്മൾ മാറ്റിവെച്ച് സമാധാനമായിട്ട് വേണം വിജരയിലെ സംഘ ക്ഷേത്രത്തിലേക്കോ ഭാഗവതം വായിക്കാനോ ഒക്കെ ഇരിക്കാനായിട്ട് ഒന്നിനോടും മമതയില്ലാണ്ട് സംഘമില്ലാണ്ട് വേണം. അമ്പലത്തിലേക്ക് ഓടി വന്ന് പ്രദക്ഷിണം വെച്ച് പോവാണ്. എന്താ പറയുക? ഇഡ്ഡലി കുക്കർ അടപ്പത്ത് വെച്ചിട്ടാണ് ഞാൻ വന്നേക്കണേന്നാണെന്നാണ്. ഇഡ്ഡലി കുക്കർ അടപ്പത്ത് വെച്ചിട്ടാണ് അമ്പലത്തിലേക്ക് തൊഴാൻ വന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാവന, നമ്മുടെ ചിന്ത എവിടെയായിരിക്കും? ഇഡ്ഡലി കുക്കറിലായിരിക്കുന്നതാണ്, നല്ല സമയമില്ല എന്നാണെന്നാണ്. അപ്പോൾ വിജരയിൽ സംഘമില്ലാണ്ട് വേണം നമ്മൾ ഇതിലൊക്കെ നടക്കാനായിട്ട്. കുറച്ച് നിശ്ചിത സമയം സങ്കല്പിച്ചുകൊണ്ട് നിത്യവും ഒരേ സമയത്ത് ഒരേ സ്ഥലത്തിരുന്നു കൊണ്ട് നാമം ജപിക്കാനും ഒക്കെ നമ്മൾ തയ്യാറാവണം. വിജരയിൽ അസംഗ. ഇങ്ങനെ വ്രതം, ഇതൊരു വ്രതമാണ് എന്നാണ്. എങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അവൻ രക്ഷപ്പെട്ടു എന്നാണ് ജീവിതത്തിൽ എന്നാണ്. പിന്നെന്താ? അങ്ങനെയുള്ളൊരു ഭക്തനായി തീർന്നു കഴിഞ്ഞാൽ ആ ഭക്തന് പിന്നെ ഈ ഭൂമിയിൽ കാണുന്നതൊക്കെ ഈശ്വരനായിട്ട് കാണാനായിട്ട് സാധിക്കും. ആദ്യം പറയാണ് ഖം വായുമഗ്നിം സലിലം മഹിം ച ജ്യോതിംഷി സത്വാനിധി ശോദ്രുമാദിൻ സരിൽ സമുദ്രാം ച ഹരേ ശരീരം യൽകിഞ്ചഭൂതം പ്രണമേതധന്യാം. എന്താ?
ഈ ഭൂമിയിൽ കാണുന്ന വസ്തുക്കളൊക്കെ ഈശ്വരനാണ് എന്ന് തോന്നുന്നതാണ്. ഇവിടെ പറഞ്ഞു വൃക്ഷങ്ങളൊക്കെ ഭഗവാന്റെ ശരീരത്തിലെ രോമങ്ങളായിട്ട് കണക്കാക്കണം, അസ്ഥികളൊക്കെ പർവ്വതങ്ങളായിട്ട് കണക്കാക്കണം, നദികളൊക്കെ ഭഗവാന്റെ ഞരമ്പുകളായിട്ട് കണക്കാക്കണം എന്നാണ്. അപ്പൊ പിന്നെ ഏത് ഭക്തനാണ് പാറ പൊട്ടിക്കാനും അല്ലേ നല്ല കൃഷിയിടങ്ങളൊക്കെ മാറ്റി ഫ്ലാറ്റ് പണിയാനും ഒക്കെ തോന്നുന്ന ആർക്കും തോന്നില്ല എന്നാണ്. അപ്പൊ യഥാർത്ഥത്തിൽ നല്ല ഭക്തന്മാരായി കഴിഞ്ഞാൽ രാജ്യത്തിന്, രാഷ്ട്രത്തിന്, ഭൂമിക്കൊന്നും ദോഷം വരുന്ന ഒരു കാര്യങ്ങളും ചെയ്യില്ല എന്നാണ്. ഇങ്ങനെയൊക്കെയാണ് കവി കുറെ ഉപദേശങ്ങൾ പറഞ്ഞു കൊടുത്തു എന്നാണ്. അപ്പൊ ചോദിച്ചു, ഇപ്പൊ ഭക്തന്മാരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, ഇപ്പൊ ഭക്തന്മാർ എത്ര വിധത്തിലുണ്ട് എന്നാണ് പിന്നത്തെ ചോദ്യം. അപ്പോഴാണ് അതിന് ഹരി എന്ന് പറയുന്നതായിരിക്കുന്ന യോഗിയാണ് അതിന് മറുപടി പറഞ്ഞേ. ഹരി പറഞ്ഞു ഭക്തന്മാര് 3 വിധത്തിലുണ്ട് എന്നാണ്. ഏതൊക്കെയാണ്? 1 ഭാഗവതോത്തമൻ എന്ന്, 2 മധ്യമൻ, 3 പ്രാകൃതൻ. 3 വിധത്തിലാണ് ഭക്തന്മാരുള്ളത് എന്നാണ്. ഇപ്പൊ നമ്മൾക്ക് കേൾക്കുമ്പോൾ നല്ലോണം ചിന്തിച്ചാൽ മതി, നമ്മൾ ഏത് വിഭാഗത്തിൽ പെടും എന്നുള്ളത് നല്ലോണം ശ്രദ്ധിച്ചാൽ മതി എന്നാണ്. ആരാണ് ഭാഗവതോത്തന്മാര് എന്നാണ്? സർവഭൂതേഷു യപശ്യേൽ ഭഗവൽ ഭാവമാത്മനാം ഭൂതാനി ഭഗവത്വത്വാൻ അന്യേഷ ഭാഗവതോത്തമാം. എല്ലാത്തിലും സർവഭൂതങ്ങളിലും പശ്യേൽ ആ ഭഗവാനെ കാണുന്നവനാണ് യഥാർത്ഥത്തിൽ ഭാഗവതോത്തമൻ എന്നാണ്. നമ്മളിപ്പോൾ ഭാഗവതന്മാര് ഭക്തന്മാരെന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ പോവുക അല്ലേ, ആ ഭസ്മം മുഴുവനും വാരി വലിച്ച് നെറ്റിത്തവിടെയൊക്കെ അങ്ങോട്ട് തൊടുക, രുദ്രാക്ഷം ധരിക്കുക, ഇങ്ങനെയുള്ള ആളാണ് ഭക്തന്മാർ. അത് ഭക്തിയുടെ ചില ലക്ഷണങ്ങൾ മാത്രമാവുള്ളൂ എന്നാണ്. ഭക്തി കിട്ടണമെങ്കിൽ എന്ത് വേണം? മനസ്സ് കുറേ നേരെയാക്കി എടുക്കാണ്ടെന്നാണ്. അതിന് എന്ത് വേണം? കുറേ നേരെയാക്കി സർവഭൂതേഷിയ പശ്യേൽ എന്നാണ്. സർവഭൂതങ്ങളിലും എന്നെ പോലെ തന്നെ ഇരിക്കുന്ന ആത്മാവാണ് സകലങ്ങളിൽ ഇരിക്കണേ എന്നുള്ള ഭാവമുള്ള ആര്? ഭാഗവത ഉത്തമൻ എന്നാണ്. ഇനി മധ്യമന് വേറെ വഴിയുണ്ട്. മധ്യമൻ എങ്ങനെയാ? ഈശ്വരനിൽ ഇത്ര പ്രീതി ഉണ്ടാവുക, പ്രേമം, മൈത്രി, കൃപ, ഉപേക്ഷ ഇങ്ങനെ ഉണ്ടാവുക എന്നാണ്. ചിലരോട് ഇത്തിരി ഇഷ്ടം കൂടുക, ചിലരോട് ഇഷ്ടം കുറയുക, ഈശ്വരനിൽ മാത്രം പ്രീതി ഉണ്ടാവുക. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ മധ്യമന്മാര് എന്ന് പറയും. ഇനി പ്രാകൃതന്മാര് എന്ന് പറഞ്ഞാൽ വേറെ നടന്നാണ്. എന്താ പ്രാകൃതന്മാര്? അർച്ചായാമേവ ഹരയേ പൂജാം യേ ശ്രദ്ധയേ ഗതേ നവതൽ ഭക്തേഷു ജന്യേഷു സഭക്ത പ്രാകൃത സ്മൃത. അർച്ച കേവലം ക്ഷേത്രത്തിന്റെ അകത്തിരിക്കുന്ന ബിംബം ആണ് ഈശ്വരൻ എന്ന് തെറ്റിദ്ധരിക്കുന്ന ആളാണ് ആര്? പ്രാകൃത ഭക്തന്മാര് എന്ന് പറയാം. ആ ബിംബത്തിന്റെ മുകളിൽ എത്ര പാല് കൊണ്ട് അഭിഷേകം ചെയ്യാനോ എത്ര നെയ്യ് കൊണ്ട് അഭിഷേകം ചെയ്യാനോ തയ്യാറാവും മനുഷ്യർ, സാധാരണ ആളുകൾ. ഇത് പ്രാകൃത ഭക്തന്മാര്. അവിടെ എന്ത് വേണമെങ്കിൽ ചെയ്യാൻ തയ്യാറാവും, പക്ഷേ സമൂഹത്തിലേക്കൊന്നും തിരിഞ്ഞു നോക്കില്ല എന്നാണ്. ക്ഷേത്രത്തിലേക്ക് ദിവസവും ലിറ്റർ കണക്കിന് പാല് കൊണ്ടുവന്നൊരു വ്യക്തി തൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു തവി പാല് പോലും മേടിച്ചൊരു കുഞ്ഞിന് കൊടുക്കാൻ കഴിവില്ലാണ്ടിരിക്കും അവർക്കൊരു ഗ്ലാസ് പാല് പോലും കൊടുക്കില്ല എന്നാണ്. എവിടെ കൊണ്ടു കൊടുക്കും? ഈശ്വരന് മുമ്പിൽ കൊണ്ടു കൊടുക്കുത്രേ. അതാണ് ഉള്ളൂർ പാടിയത്. അടുത്തു നിൽപ്പോരനുജനെ കാൺമാൻ അക്ഷികളില്ലാത്തോർ അരൂപനീശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം എന്നാണല്ലേ. അടുത്തു നിൽപ്പോരനുജനെ കാണാൻ അക്ഷികളില്ലാത്തോർ അരൂപനീശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം അല്ലെ. കാണാത്ത ഈശ്വരന് വേണ്ടി ഓടി നടക്കണം എന്നാണ്. എത്ര സഹസ്രനാമം ചൊല്ലിയാലും എത്ര നാമം ചൊല്ലിയാലും കണ്ടോ ആരെങ്കിലും? കണ്ടിട്ടില്ല എന്നത്രേ. കാരണം എന്താ? അനാമ, നാമല്ലാത്ത ആളാണ്. അരൂപ, രൂപമില്ലാത്ത ആളാണ് എന്നാണെന്നാണ്. അതാണ് ഭഗവാന്റെ പ്രത്യേകത. അപ്പൊ അതുകൊണ്ട് ഈ സമൂഹത്തിലേക്ക് നോക്കാതെ ഇങ്ങനെ നടക്കണ കുറെ ആളുകളുണ്ട്. ഇവരെയാണ് പ്രാകൃത ഭക്തന്മാര് എന്ന് പറയാം. അങ്ങനെയല്ല വേണ്ട. സമൂഹത്തില് നമുക്ക് അനവധി കാര്യങ്ങൾ ചെയ്യാണ്ടെന്നാണ്. ഈ ഓരോരുത്തർക്കും ഓരോ ഭൂഷണങ്ങളുണ്ട് അല്ലേ. എന്തൊക്കെയാ ഭൂഷണങ്ങള്? എന്നുവെച്ചാൽ ഭൂഷണം എന്ന് വെച്ചാൽ അലങ്കാരം എന്നാണ്. കയ്യിന് അലങ്കാരം കിട്ടണമെങ്കിൽ എന്താ പ്രാധാന്യം? ഒരു അഷ്ടലക്ഷ്മിയുടെ വള മേടിച്ച് കയ്യിലിട്ടാലോ എന്ന് ചിന്തിച്ചാൽ അതിനൊന്നും ഭൂഷണം എന്നല്ല പറയാം അല്ലേ. ഹസ്തസ്യ ഭൂഷണം ദാനം എന്നാണ്. കയ്യിൻ്റെ ഭൂഷണം എന്താ? ദാനം ചെയ്യാന്നാണെന്നാണ്. ദാനം ചെയ്യണം. അതുപോലെ തന്നെ ചെവിയുടെ ഭൂഷണം എന്താ? ശ്രോത്രസ്യ ഭൂഷണം ശാസ്ത്രം എന്നാണ്. ശാസ്ത്രങ്ങൾ കേൾക്കണം. ആചാര്യന്മാരുടെ മുഖത്ത് നിന്ന് ആ വീഞ്ഞു വീഴുന്ന കഥകളിലൂടെ തനിക്ക് മനസ്സിലാക്കേണ്ടതായ സാരത്തെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിതം ധന്യമാക്കാൻ നോക്കണം എന്നാണ്. അതാണ് ശ്രോത്രസ്യ സാരം. സാരം മനസ്സിലാക്കാനായിട്ട് പറ്റണം എന്നാണ്. അതുപോലെ കണ്ഠത്തിനുണ്ട് ഭൂഷണം. ഏതാ? കണ്ഠസ്യ ഭൂഷണം സത്യം. ഇതുകൊണ്ട് എന്തേ പറയാൻ പാടുള്ളൂ? സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ എന്നാണ്. അതുകൊണ്ടാണ് ഭാഗം തുടങ്ങിയപ്പോൾ സച്ചിദാനന്ദരൂപായ
വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമാ. ആദ്യം തന്നെ തുടങ്ങി. ആരാണ് ഭഗവാൻ? സത്ത് ചിത്ത് ആനന്ദ സ്വരൂപനാണ് ഭഗവാൻ. എന്തുകൊണ്ടാണ് അങ്ങനെ ഭഗവാനെ വിശേഷിപ്പിക്കാൻ കാരണം? നമ്മളതല്ല, അതുകൊണ്ടാണെന്നാണ്. നമ്മളാരാ? ഭഗവാൻ സത്താണ്. നമ്മളാരാ? വീട്ടിൽ വിളിക്കുക എല്ലാവരും സത്തേ എന്നാണ് വിളിക്കുക അല്ലേ? ഭഗവാൻ സത്താണെങ്കിൽ നമ്മൾ അസത്താണ് എന്നാണ്. അതാണ് അതിന്റെ പ്രത്യേകത. അതുപോലെ ഭഗവാൻ കേവല ബോധസ്വരൂപാണ്, ചിത്താണ്. നമ്മളോ അല്ലെ? ഇപ്പൊ ഓർമ്മയൊന്നും ഇല്ലാത്രേ, അൾഷിമേഴ്സാണ് എന്നാണെന്നാണ്. ബോധമൊക്കെ പോയി എന്നാണ്. ആത്മജ്ഞാനവും ഇല്ല, യഥാർത്ഥ ബോധവും ഇല്ല എന്നാണ്. ബോധമൊന്നും ഇല്ല എന്നാണ്. ഇനി ഭഗവാൻ ആരാണ്? ആനന്ദ സ്വരൂപനാണ് എന്നാണ് അല്ലേ? ഭഗവാൻ എപ്പോഴെങ്കിലും ദുഃഖം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല എന്നാണ്. ഭഗവാൻ എപ്പോഴേ ദുഃഖം ഉണ്ടാവുള്ളൂ? തൻ്റെ ഭക്തന്മാരുടെ ദുഃഖം കണ്ടാൽ മാത്രമേ ഭഗവാന് ദുഃഖം ഉണ്ടാവുള്ളൂ അല്ലേ? സുധാമാവ് ചെന്നപ്പോൾ ഭഗവാൻ കരഞ്ഞു അല്ലേ? അതിനു മുമ്പ് കുറെ കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വെറുതെ കള്ളക്കരച്ചിലായിരുന്നു എന്നാണ്. രുക്മിണി അല്ലെ, സത്യഭാമയുടെ അച്ഛൻ മരിച്ചിട്ടൊക്കെ ഒരു കരച്ചിലുണ്ടായി എന്നാണ്. അതൊക്കെ കള്ളക്കരച്ചിലായിരുന്നു എന്നാണ്. ഇവിടെ അറിഞ്ഞൂടാ അല്ലെ? എന്തു കൊണ്ടോ ശൗരി കണ്ണു നിരണിഞ്ഞോ ധീരനായ ചെന്താമര കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ എന്നാണ് ചോദ്യം അല്ലേ? ചെന്താമര കണ്ണൻ ഇതിനു മുമ്പ് കരഞ്ഞിട്ടുണ്ടോ? വാസ്തവത്തില് കരഞ്ഞിട്ടില്ലാത്രേ. തൻ്റെ ഭക്തന് വേണ്ടി, തൻ്റെ ഭക്തനെ കണ്ടാൽ ചിലപ്പോൾ കരഞ്ഞു വരും എന്നാണ്. ആത്മനിർഭൃത എന്നാണ് അവിടെ അല്ലേ? ഭഗവാനെ അതാവുമ്പോൾ. അതുകൊണ്ട് ഇവിടെ പറയാണ്, പ്രാകൃത ഭക്തന്മാരായിരുന്നാൽ ഭഗവാൻ അനുഗ്രഹിക്കില്ല. നമ്മൾ ഭൂമാന്ത തീർത്ഥസ്വാമികൾ ചെയ്തു കൂട്ടുന്ന സേവനങ്ങളെ പറ്റി ഒന്ന് ആലോചിച്ചാൽ മതി എന്നാണ് നമ്മൾ അല്ലേ? എന്തെല്ലാം കാര്യങ്ങളായി ചെയ്ത്. അതാണ് യഥാർത്ഥത്തിലായിരിക്കുന്ന ഭക്തി. അതാണ് യഥാർത്ഥത്തിൽ നമുക്ക് കാണിച്ചു തരുന്ന വഴികൾ എന്നാണ്. അതിനെ നമ്മൾ അനുസ്മരിക്കണം. നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു തീർക്കണം എന്നാണ്. അതാണ് നമുക്ക് കാണിച്ചിരുന്ന വഴികൾ. അതുപോലെ ഇവിടെ പറഞ്ഞു പ്രാകൃത ഭക്തന്മാരാവാൻ പാടില്ല. പിന്നെ 5-8 ശ്ലോകങ്ങളെ കൊണ്ട് ആ ഉത്തമ ഭക്തന്മാരുടെ കഥ വിവരിച്ചു തന്നു എന്നാണ്. ഏതാണ്? ന കാമകർമ്മ ബീജാനാം യസ്യ ചേതസി സംഭവാ വാസുദേവൈക നിലയാ സവൈ ഭാഗവതോത്തമാ. ഭാഗവതോത്തന്മാരെ പറ്റി പറയാണ്. കാമ കർമ്മ ബീജാനം, അവരിൽ യാതൊരു കാമങ്ങളോ അതിന് ബീജം വിത്തൊന്നും അവശേഷിക്കില്ല അത്രേ. അവരുടെ ചേതസ്സിൽ എന്താണ് ഉണ്ടാവുക? വാസുദേവ. അവരുടെ മനസ്സിൽ വാസുദേവനെ ഉള്ളൂ. അതാണ് യഥാർത്ഥത്തിൽ വാസുദേവൻ ഇരിക്കുന്ന സ്ഥലം. രാമായണത്തില് വാൽമീകി മഹർഷിയോട് രാമൻ ചോദിക്കും അല്ലേ, ഞങ്ങൾക്ക് ഇരിക്കാൻ ഒരു സ്ഥലം പറഞ്ഞു തരുമോ എന്ന് ചോദിക്കും. അപ്പോൾ എന്താ പറഞ്ഞു കൊടുക്കുക? ഏതൊരുവന്റെ മനസ്സിലാണോ കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, ഈ ഷഡ്വികാരങ്ങൾ ഇല്ലാണ്ടിരിക്കുക, അവരുടെ ഹൃദയത്തിലല്ലേ ശ്രീരാമചന്ദ്ര അവിടത്തെ ഇരിപ്പിടം, അവിടത്തെ വീട് എന്ന് ചോദിക്കുകയാണ്. അല്ലാതെ അങ്ങിപ്പോൾ എന്നോട് വെറുതെ സാധാരണ പ്രാകൃതന്മാർ ചോദിക്കുന്നത് പോലെ ചോദിക്കല്ലേ ഞങ്ങൾക്ക് ഇരിക്കാൻ എവിടെയാ സ്ഥലം എന്ന് ചോദിക്കുക. ഈശ്വരൻ ഇരിക്കുന്നത് എവിടെയാ? ഇങ്ങനത്തെ സ്ഥലത്താണ് എന്നാണ്. ഇനി ഇതിനുള്ള നമ്മൾക്കുള്ള സംസാരധർമ്മങ്ങളെ പറ്റി പറയാം. ദേഹേന്ദ്രിയ പ്രാണമനോതിയാം യോ ജന്മാപ്പികൾ ക്ഷുൽഭയദക്ഷകൃച്ചൈ സംസാരധർമ്മൈരവിമുഖ്യമാന സ്മൃത്യാഹരിൽ ഭാഗവത പ്രധാന. പറഞ്ഞു സംസാരധർമ്മൈ അവിമുഖ്യമാന. ആരാണോ മോഹിക്കാതിരിക്കുന്നത്, ഈ സംസാരധർമ്മത്തിൽ മുഴുവനും മോഹിക്കാണ്ടിരിക്കുന്നവർ ആരാണോ അവരാണ് ഹരേർ ഭാഗവത പ്രധാന, ഹരിയുടെ പ്രധാനന്മാരായ ഉത്തമന്മാരായിരിക്കുന്ന ഭക്തന്മാര് എന്ന് പറഞ്ഞു. പിന്നെ വേറെ എന്ത് പറഞ്ഞു? നയസ്യ ജന്മകർമാഭ്യാം ന വർണ്ണാശ്രമജാതിഭി സഞ്ജതേസ്മിന്നഹം ഭാവോ ദേഹേ വൈസ ഹരേ പ്രിയ. അവിടെ ഹരേ പ്രിയ എന്ന് പോലും പ്രയോഗിച്ചു എന്നാണ്. മറ്റൊരിടത്ത് പ്രിയ എന്നല്ല പറഞ്ഞു, ഉത്തമൻ എന്ന് മാത്രമാണ് പറഞ്ഞെന്നുണ്ടെങ്കിലും ഇവിടെ പ്രിയ എന്നുള്ളൊരു വാക്കുകൾ വെച്ചു. എങ്ങനെ? ഈ ജാതി ചിന്തകളുണ്ടല്ലോ, ഭഗവാൻ നേരത്തെ പറഞ്ഞിരിക്കണമെന്നാണ് ഇവിടെ യോഗികൾ പറയാ നയസ്യ ജന്മകർമാഭ്യാം. എവിടെയൊക്കെയാ നമ്മൾ അഹങ്കരിക്കുക? ഞാൻ ഇന്ന കുലത്തിൽ ജനിച്ചു എന്നാണ്. അങ്ങനെയുണ്ട് എന്നാണ് കുറെ ആളുകൾക്ക്. പിന്നെ കുറെ ആളുകൾക്ക് ഉണ്ട് എന്താ വർണ്ണാശ്രമജാതിഭി, ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, ഇങ്ങനെയുള്ളതായിരിക്കുന്ന ജാതികൾ പെട്ട ആളുകൾ തമ്മിൽ ഒരാൾക്ക് ഒരാളെ കണ്ടുകൂടാ അല്ലെ, തൊട്ടുകൂടാ, ഒരാളെ കണ്ടുകൂടാ, മിണ്ടിക്കൂടാ, ഇങ്ങനെയൊക്കെയാണ് എന്നാണ് അല്ലെ. ഒരാൾ തൊട്ടാൽ കുളിക്കണം, അത് വേണം, ഇത് വേണം എന്നൊക്കെയാണെന്നാണ്. അപ്പം അങ്ങനെ ആരുനാണ് ഇവരെയൊക്കെ തന്നെ പോലെ അല്ലാതെ കാണുന്നത്? അവരൊക്കെ എൻ്റെ പ്രിയന്മാരല്ല. എന്നാൽ ഇവരെയൊക്കെ ഒരേപോലെ കാണുന്നുണ്ടോ? അവരാണ് ഹരേഹേ പ്രിയ. ആരാ പറയണത്? അന്തരീക്ഷൻ അല്ല, ഹരി എന്ന് പറയുന്നതായിരിക്കുന്ന
ഹരി തന്നെയാണ് പറയണേന്നാണ്. അവരാണ് എനിക്ക് ഏറ്റവും പ്രിയനുള്ളത്. നയസ്യസ്വര ഇതി വിദ്വേഷാത്മനിവാഭിത സർവഭൂത സമശാന്ത സവൈ ഭാഗവതോത്തമ. ശാന്തനായിരിക്കുന്ന ആള് എന്നാണ്. സർവഭൂത സമ, എല്ലാത്തിനും തുല്യമായിട്ട് കാണുന്ന ആള്. പിന്നെന്ത്? നയസ്യ സ്വാപരാ, എൻ്റെ നിന്റെ എന്ന് കണക്കാക്കുന്ന ആളുകളുണ്ടല്ലോ. ഇങ്ങനെ ഇത് ഇല്ലാത്തതായിരിക്കുന്ന ആളുകളിലാണ് ആരിയിരിക്കുന്നത്? അവരെയാണ് ഭാഗവതോത്തമന്മാര് എന്ന് പറയാം, അല്ലേ? പരസ്വ എന്നാണ് പറയാം. അന്യന്റെ മുതൽ എൻ്റെ കയ്യിൽ എങ്ങനെ വരാം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കണമെന്നാണ്, അല്ലേ? തൻ്റെ വീടിൻ്റെ സിറ്റ് ഔട്ടിൽ ഇരിക്കുമ്പോഴാണ് അടുത്ത വീട്ടിലേക്കാണ് നോട്ടം, പറമ്പിലിരിക്കും. എന്താ കാരണം? അവർക്ക് ഇത്തിരി രോഗമോ ബുദ്ധിമുട്ടും കൂടി ഉണ്ടാവുക. പിന്നെ പറയേണ്ടതെന്നാണ്, ഇവിടെ ഇത്തിരി കാശും ഉണ്ടാവുക. വില കുറച്ച് എപ്പോഴാണ് അവർ കൊടുക്കുക എന്നിങ്ങനെ നോക്കിയിരിക്കുന്നതാണെന്നാണ്. പരസ്വ, അവൻ്റെ ഭൂമിയും വീട് എന്നിലേക്ക് വരണം, എന്നിലേക്ക് വരണം എന്നാണ്. മേടിക്കാനുള്ള ആളുടെ പ്രായം അന്വേഷിച്ച് കഴിഞ്ഞാലോ 80 ആയി കഴിഞ്ഞു എന്നാണെന്നാണ് പ്രായം. എന്നിട്ടാണ് ഈ മോഹങ്ങളൊക്കെ എന്നാണെന്നാണ്. അപ്പോൾ അവന് 200 കാലം ഇരിക്കാൻ പോകണമെന്നുള്ള അറിവ് അവനില്ല എന്നാണ്. ഇപ്പോൾ അങ്ങനെ അജ്ഞാനത്തിൽ മുഴുകി കിടക്കുന്ന ആളുകളില്ലെന്നും അവർ ഹരിപ്രിയന്മാരല്ല. ചന്ദനം തൊട്ടാലും ഭാഗവതം വായിച്ചാലും കഥകളൊക്കെ കേട്ടാലും സംഭാവനകളൊക്കെ കൊടുത്താലും അവരൊന്നും ഭാഗവത പ്രിയന്മാരല്ല എന്ന് പറയാണ്. എൻ്റെ നിൻ്റെ എന്നുള്ള ഭാവം എന്നാണ്. ഇവിടെ നേരത്തെ പറഞ്ഞു സർവഭൂത എന്നാണ്. സർവഭൂതങ്ങളിലും ഞാനാണ് ഇരിക്കുന്നതെന്നുള്ള ഭാവം വന്നാൽ ആ ഭക്തനൊരിക്കലും 2 എന്നുള്ളതായിരിക്കുന്ന ഭാവവ്യത്യാസം ഉണ്ടാവില്ല എന്നാണ്. വളരെ ഉണ്ടല്ലേ ജാതിയിൽ പെട്ടിട്ട് ഇന്നും അനവധി ദുഃഖം അനുഭവിക്കുന്ന ആളുകളുണ്ടെന്നാണ്. ഇന്ന ജാതിയിൽ ജനിച്ച ആളുകൾക്കേ പാടുള്ളൂ, ഇന്ന ജാതിക്കാർക്ക് മാത്രമേ. ഭാഗവതത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു ഒരു കാലത്ത് തന്നെ, അല്ലേ? ഭാഗവതം തന്നെ ഇന്ന ആളുകൾക്കൊക്കെ വായിക്കാൻ പാടുള്ളൂ, പറയാൻ പാടുള്ളൂ എന്നൊരു നിയമം ഉണ്ടായിരുന്നു അത്രേ. അതുപോലെ തന്നെയാണ് സഹസ്രനാമം സ്ത്രീകൾക്ക് ജപിക്കാൻ പാടുമോ, ഭാഗവതം സ്ത്രീകൾക്ക് ജപിക്കാൻ പാടുമോ? നിങ്ങളങ്ങ് നന്നായാലോ എന്ന് വിചാരിച്ചിട്ടാണെന്നാണ്, പാടില്ല എന്നാണെന്ന് അത്രേ. അപ്പം അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം എന്നാണ്, അല്ലേ? മഹർഷിവര്യന്മാരുടെ ഉപദേശങ്ങൾ, ആചാര്യന്മാരുടെ മുഖത്ത് നിന്ന് ആ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് രക്ഷപ്രാപിക്കാൻ പാടിക്കുന്നതാണ്. അങ്ങനെ അനവധി പറഞ്ഞു എന്നാണ്. ഇനി ഭാഗവതോത്തമന്മാരുടെ പ്രത്യേകത എന്താണ്? ത്രിഭുവന വിഭവഗേദ വ്യപ്യഗുണ്ട സ്മൃരജിതാത്മസുഖാദിവിർമൃഗ്യാൽ ന ചലതി ഭഗവൽ പദാരവിന്ദ ലഭനിഷാർത്ഥമവിയസ്സ വൈഷ്ണവാഗ്ര്യ. അവർക്ക് ഈ 3 ലോകം കൊടുക്കാന്ന് പറഞ്ഞാലും അവർക്കത് വേണ്ടാത്രേ. കാരണം എന്താ? ലവം എന്നാണ്, അല്ലേ? ലവം, ത്രുടി, ലഘു, അല്ലെ? കഥ ഇത് കേൾക്കാം. ചതുസ്കന്ധം പറയുമ്പോൾ അതിൽ സൃഷ്ടിയുടെ കണക്ക് പറയുമ്പോൾ പറയും, സമയത്തിൻ്റെ കണക്കുകൾ പറയും. ഒരു ലവം എന്നാണെന്നല്ലേ, ആ നിമിഷം പോലും ആ ഭഗവാനെ ചിന്തിക്കാണ്ട് സ്മരിക്കാണ്ടിരിക്കാൻ സാധ്യമല്ല എന്നാണ്. മറ്റു വിഷയങ്ങളിലേക്ക് പോയാലോ ഭഗവാനെ ഓർക്കാനായിട്ട് സമയം ഉണ്ടാവില്ല. അങ്ങനെ ഇരിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ഭാഗവത പ്രധാനൻ. ഉക്ത, അതാണ് യഥാർത്ഥത്തിൽ ഭാഗവത പ്രധാനൻ എന്ന് പറഞ്ഞു. അത് എന്തുകൊണ്ടാണ് തോന്നുന്നത്? മായയിൽ. ഇനിയിപ്പോൾ ഇതൊന്നുമല്ല, ഇതൊക്കെ എൻ്റെ നിൻ്റെ തോന്നാനുള്ള കാരണം എന്താണ്? മായയാണ് എന്നാണ്. അപ്പം ചോദിക്കുകയാണ്, ഈ മായയിൽ പെടാണ്ടിരിക്കാനുള്ള എന്താണ് വഴി എന്ന് പറയാണ്. മായ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? കർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ് ചോദിക്കുമ്പോഴാണ് അന്തരീക്ഷൻ ആണ് പറയണേന്നാണ്. എന്താ അന്തരീക്ഷൻ എന്ന് പറഞ്ഞാൽ? അന്തർ, ഉള്ളിലേക്ക് നോക്കുന്നവൻ എന്നർത്ഥം. നമ്മളൊക്കെ ഇന്നേ വരെ ഉള്ളിലേക്ക് നോക്കിയിട്ടില്ല, പുറത്തേക്ക് മാത്രമേ നോക്കിയിട്ടുള്ളൂ എന്നാണ്. ഉള്ളിലേക്കൊക്കെ നമ്മൾ നോക്കണ ഒരു സന്ദർഭം ഉണ്ട്. എപ്പോഴാണ് നോക്കണേ? ക്ഷേത്രത്തിന് ഇടയ്ക്ക് ചെന്നിരിക്കുമ്പോൾ നമ്മൾ നോക്കാറുണ്ട്, കണ്ണടച്ച് നോക്കുന്നതാണ്. അതിനിടയ്ക്കാണ് അടുത്തൊരാൾ വന്നിട്ടുണ്ടെങ്കിൽ ഒരു കണ്ണ് തുറന്നു ചിലപ്പോൾ ഇങ്ങനെ നോക്കൂത്രേ. അപ്പോൾ പോയി നമ്മുടെ അന്തരീക്ഷം അല്ല, അപ്പം എന്തായി? മറ്റിലേക്കാണ് ശ്രദ്ധ എന്നാണ്. ഇപ്പോൾ നമ്മൾ ക്ഷേത്രത്തിനിടയ്ക്ക് എന്നാലും കണ്ണൊക്കെ അടച്ചിട്ടാണ് ഈ വിവരങ്ങളൊക്കെ നോക്കുക, അല്ലേ? ക്ഷേത്രത്തിൽ എന്താ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്? ബിംബം എന്നാണ് പറയാ, അല്ലേ? ബിംബം എന്ന് പറഞ്ഞാൽ പ്രതിബിംബം എന്നാണ്. നമ്മുടെ അതേ ബിംബം തന്നെയാണ്. ഒരു കണ്ണാടിയിൽ നോക്കിക്കഴിഞ്ഞാൽ തിരിഞ്ഞെങ്ങനെ നിൽക്കണു അതേപോലെയാണ് വിഗ്രഹം നിൽക്കണേന്നാണ്, അല്ലേ? ശ്രീനാരായണ ഗുരുവൊക്കെ എത്രയോ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് നോക്കണ പോലെയാണെന്നാണ്. ആരെയാണ് മാല ചാർത്തുന്നത്? തൻ്റെ ഉള്ളിലുള്ള ആ ചൈതന്യത്തിനെയാണ് മാല ചാർത്തണേന്നാണ്. ഇതിനെടുത്ത് മാല ചാർത്താൻ നമുക്ക് സാധ്യമല്ല. അപ്പോൾ ബിംബത്തിൽ നമ്മൾ മാല ചാർത്തി നിർവൃതി അടയാണ്. അതുപോലെ തന്നെ അഭിഷേകം ചെയ്യുക, എല്ലാം ഏതിലാണ് ചെയ്യുന്നത്? തൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവിനെയാണ് എന്നുള്ള ബോധം പൂജ ചെയ്യുമ്പോഴും കാര്യങ്ങളുണ്ടാവണം. അപ്പം കർമ്മത്തിൽ ചെന്ന് പെട്ടു കിടക്കാൻ പാടില്ല. പൂജ എന്ന് പറയുന്നത് പൂഹുജായത ഇത് പൂജ, ഐശ്വര്യം വർദ്ധിച്ചു വരാൻ വേണ്ടിയിട്ടാണ് പൂജ ചെയ്യുന്നതാണ്. പക്ഷെ അത് കർമ്മത്തിലായി കുടുക്ക് വിട്ട് കിടക്കാൻ പാടില്ല. പണ്ട് ശ്രീനാരായണ ഗുരുദേവൻ തൻ്റെ ഒരു ഭക്തൻ്റെ വീട്ടിലേക്ക് ചെന്നു എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഭിക്ഷയ്ക്ക് ക്ഷണിച്ചതാണ് വീട്ടിലേക്ക്. ഗുരുദേവൻ ചെന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പത്നി പറയാണ്, ഗുരുദേവ അവിടെ ഇരിക്കോട്ടോ, എൻ്റെ ഭർത്താവ് പൂജ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. അത് ആരെ പൂജിക്കണേ? ഗുരുദേവൻ്റെ ഫോട്ടോത്തിൽ അത്ര പൂജ.
ഗുരുദേവനാണ് മുമ്പിൽ ഇവിടെ സിറ്റ് ഔട്ടിൽ മുമ്പിൽ വന്നിരിക്കണേ. ഇങ്ങനെയാണ് നമ്മുടെ കർമ്മങ്ങൾ എന്നാണ്. കർമ്മത്തിലാണ് നമ്മൾ കിടന്ന് കുടുങ്ങുക. പലതുകൊണ്ട് അങ്ങനെ കർമ്മങ്ങളിൽ കുടുങ്ങി നമ്മളെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്താണ്ട് പോകുന്ന വഴികളുണ്ട് എന്നാണ്. ഇത് തന്നെ മായ. ഈ ഇല്ലാത്ത വസ്തുവിനെ ഉണ്ട് എന്ന് കാണിക്കുക. ഉപനിഷത്തിൽ അതിനെ പറയാം ഗുണഫണി എന്നാണ് പറയാം. ഗുണം എന്ന് പറഞ്ഞാൽ കയറ്, ഫണി എന്ന് പറഞ്ഞാൽ പാമ്പ്. അതായത് അരണ്ട വെളിച്ചത്തില് കയറ് കിടക്കുന്നത് കണ്ട് പാമ്പാണ് നമ്മൾ തെറ്റിദ്ധരിക്കുക. അതാണ് ഏറ്റവും എളുപ്പം. ഉപനിഷത്തിൽ വായിക്കുന്ന ഒരു പ്രയോഗം അതാണ് ഏറ്റവും എളുപ്പം പറയാൻ പറ്റുക. അതിലെന്ത് ആവരണം വിക്ഷേപം എന്നാണ് മായയ്ക്ക് രണ്ടവസ്ഥ. ആവരണം, അതിനെ നമ്മൾ എന്ത് ചെയ്തു? പാമ്പിനെ മാറ്റി, കയറിനെ മാറ്റി, അതിനെ ആവരണം ചെയ്തു, പിന്നെ വിക്ഷേപിച്ചു. എന്ത് വിക്ഷേപിച്ചു? പാമ്പാണെന്ന് ഉറപ്പിച്ചു എന്നാണെന്നാണ് അല്ലേ. അങ്ങടെടുത്ത കാല് ഇങ്ങടെടുത്ത് ഓടാൻ തുടങ്ങിയതാണ് നമ്മൾ. ആ സമയത്ത് എന്തായി? ഒരാൾ വെളിച്ചം കൊണ്ടുവന്ന് നോക്കുമ്പോഴാണ് അത് വെറൊരു കയറിൻ്റെ കഷ്ണമാണെന്നാണ്. അതേപോലെയാണ് പ്രപഞ്ചത്തിലുള്ള നമ്മളുടെ ജീവിത രീതി എന്നുള്ളത് മനസ്സിലാക്കണം എന്നാണ്. അപ്പം അതുകൊണ്ട് ഗുണൈ, എന്നിട്ടാണ് പഞ്ചഭൂതങ്ങൾ മഹാഭൂതൈർ മഹാബ്ജ, ആ പഞ്ചഭൂതങ്ങളെ കൊണ്ടുള്ളതായിരിക്കുന്ന ആകാശം, ഭൂമി, വായു, വെള്ളം, അഗ്നി, ഇതുകൊണ്ടുള്ളതായിരിക്കുന്ന ആ സൃഷ്ടിയെ പറ്റി പറഞ്ഞു. ഇതൊക്കെ വ്യഷ്ടി സമഷ്ടി എന്നാണ് പറയുക. വ്യഷ്ടികളൊക്കെ നമ്മൾ, സമഷ്ടി എന്ന് പറയാലോ ബ്രഹ്മാവ്. ഈ സമഷ്ടിയായിരിക്കുന്ന ഭഗവാൻ വ്യഷ്ടിയായിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഞാൻ വേറെ, ആ പ്രപഞ്ചം വേറെ എന്നുള്ള കൂട്ടത്തിൽ വരും. പ്രപഞ്ചം എന്നാണെന്നാണ്. എന്താ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ 5 കൂട്ടങ്ങളെ കൊണ്ട് ഉണ്ടാക്കിയ വസ്തുവാണ്. അതുകൊണ്ടാണ് പ്രപഞ്ചം എന്നുള്ള പേര് തന്നെ. ഇത് ഒരിക്കൽ നശിക്കും എന്നാണ്. ആ നശിച്ച് നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളെ, മോഹങ്ങളെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കിയില്ലെങ്കിൽ ജന്മകർമ്മങ്ങൾ ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കും എന്നാണ്. അതുകൊണ്ട് മായയിൽ പെടരുത്. മായയിൽ നിന്ന് മോചനം കിട്ടണമെന്നുണ്ടെങ്കിൽ ദാ ഭഗവാന്റെ നാമസങ്കീർത്തനം എന്നാണ് അല്ലേ. നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമന അല്ലേ. തം, അങ്ങനെയുള്ള ഹരിയെ, ഭഗവാനെ ഭജിക്കണം എന്ന് നമുക്ക് പറഞ്ഞു തരികയാണ്. ദുഃഖശമനത്തിന് എന്നാണ്. അന്തരീക്ഷൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. വിശ്വം മുഴുവനും ഈ കാണുന്നത്, ചുരുക്കത്തിൽ ശങ്കരാചാര്യസ്വാമികളുടെ വാക്കുകൾ നമ്മൾ കട്ടെടുക്കാന്ന് ചോദിച്ചാൽ എന്ത് വേണം? ആത്മാ അനാത്മാ വിവേകം ഉണ്ടായിത്തീരണം എന്നാണ്. എന്താ ആത്മാ അനാത്മാ വിവേകം എന്ന് പറഞ്ഞാൽ? ദൃശ്യം സർവം അനാത്മാസ്യാൽ ദൃക് ഏവ ആത്മാ വിവേകിന. ആത്മാ അനാത്മോ വിവേകോയം കഥിതോ ഗ്രന്ഥകോടിഭി എന്നാണ്. കോടിക്കണക്കിന് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഒക്കെ ഒരേ വസ്തുവിനെയാണ് എന്നാണ്. എങ്ങോട്ട് എവിടേക്കൊക്കെ ഒഴുകിയാലും ആ ജലം ഒഴുകി അവസാനം ഒരിക്കൽ എവിടെ ചെന്ന് ചേരും? പടിഞ്ഞാറ് സമുദ്രത്തിൽ ചെന്ന് ചേരുന്നതാണ്. അതുപോലെയാണ് എല്ലാ കഥകളുടെ പിന്നിലെയും നമ്മളെ വളച്ചൊടിച്ച് ചെൽപ്പിച്ച് അല്ലേ. പുരഞ്ജനോകാപ്യാനൊക്കെ കേൾക്കുമ്പോൾ നമുക്കറിയാം, പുരഞ്ജന ചരിത്രമൊക്കെ കേൾക്കുമ്പോൾ അല്ലേ, എത്ര കേമായിട്ടാണ് വർണ്ണിക്കുക അല്ലേ. അവസാനം ആ ജീവന്റെ രക്ഷ കൊണ്ട് എവിടെ വരണു? ഹിമാലയത്തിന്റെ തെക്ക് ഭാഗത്ത് ഭാരത ഭൂഖണ്ഡത്തിൽ വന്ന് ജനിക്കാൻ ഒരു ഭാഗ്യം കിട്ടി എന്ന് പറയണം. അതുകൊണ്ട് മോക്ഷം കിട്ടി. അതുപോലെ ഈ പോകുന്ന വഴികളെ കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളിതാ ഈശ്വരഭാഗത്തിലേക്ക് എത്താൻ പറ്റുന്നതാണ്. അപ്പൊ അതുകൊണ്ട് വിശ്വം എന്നാണ്. വിശ്വം എന്ന് പറഞ്ഞാൽ എന്താ? വേശിക്കുന്നത് എന്നാണ് അല്ലെ. വിശ്വം വിഷ്ണുർ വഷട്കാരോ എന്ന് പറഞ്ഞാൽ തൊട്ടുക. വിശ്വം എന്ന് പറഞ്ഞാൽ വേശിക്കുന്നത്, പ്രവേശിക്കുന്നത് എന്ന് അർത്ഥം. അതുപോലെ തന്നെ വിഷ്ണു എന്ന് പറഞ്ഞാലോ വ്യാപനശീലമുള്ളവൻ എന്നാണ്. വിഷ്ണു എന്ന് പറഞ്ഞാൽ എല്ലാ ദിക്കിലും നിറഞ്ഞിരിക്കുന്നത് എന്നാണെന്നാണ്. വ്യാപനശീലമുള്ളവനെയാണ് വിഷ്ണു എന്ന് പറയാം. അപ്പം അതുകൊണ്ട് ആ ഈശ്വരനെ അറിയണം. അപ്പോൾ മായയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും എന്നാണ്. അപ്പോൾ ഈശ്വരമഹിമയെ ഇനി ഭക്തി നേടിയെടുക്കാനായിട്ടുള്ള വഴി എന്താണ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയാണ്, അതിന് മറുപടി പറയുന്നത് പ്രബുദ്ധൻ എന്ന് പറയുന്ന യോഗിയാണ് മറുപടി പറയണേ. ആരാണ് പ്രബുദ്ധൻ എന്ന് പറഞ്ഞാൽ? ബുദ്ധിയുള്ളവൻ എന്നാണ് അല്ലേ. ബുദ്ധിയുള്ളവൻ എന്ത് ചെയ്യും? ഈശ്വരന്റെ മഹിമകളെ നമ്മൾ അന്വേഷിച്ച് നടക്കുന്നതാണ്. അതിൽ ഏറ്റവും പ്രാധാന്യം ആർക്കും അവിടെ കൊടുത്തക്കണേന്നറിയോ? കർമ്മണ്യാരപമാണാനം ദുഃഖഹത്യൈ സുഖായച പശ്യേൽ പാകവ്യത്യാസം മിഥുനീചാരിണാം നൃണാം. മിഥുനീചാരിണാം നൃണാം. നമ്മളെ പോലെ എന്ന് പറയാൻ പറ്റില്ല, സന്യാസിമാരും മറ്റുള്ള ആളുകളൊക്കെ ഇരിക്കേണ്ടതെന്നാണ്. എന്നാൽ ഒട്ടുമുക്കുള്ളായിരിക്കുന്ന ഗൃഹസ്ഥന്മാർക്ക് ഉള്ള കാര്യമാണ് പറയണതെന്നാണ്. ഗൃഹസ്ഥൻ പറഞ്ഞു, ഗൃഹസ്ഥന്മാര് മിഥുനീചാരിണാം നൃണാം. മിഥുനീചാരണം, ഭാര്യ ഭർത്താവ് തുടങ്ങിയതായിരിക്കുന്ന ഗൃഹസ്ഥാശ്രമമാണ് ഏറ്റവും വലുത് എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ അവിടെ ഇങ്ങനെ ഇരുന്ന് കൂടും. അതിലാണ് സുഖം എന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കുന്നതാണ് അല്ലേ. സുഖമുണ്ടോ? എത്ര കാലം ഈ സുഖം നിലനിൽക്കും? അതൊന്നുമില്ല എന്നാണ്. കുറെ കഴിയുമ്പോൾ മനസ്സിലാക്കും. 1000 ആളും 2000 ആളും കൂടി ഗംഭീര ചെലവൊക്കെ നടത്തിയൊരു കല്യാണം ആയാലും കുറെ കഴിയുമ്പോൾ മനസ്സിലാവും ഇത്രയ്ക്കുള്ള കാര്യങ്ങളേ ഉള്ളൂ എന്ന് മനസ്സിലാവുന്നതാണ് ഇതിലൊക്കെ അല്ലേ. വിഷയങ്ങളിൽ ഇത്രയ്ക്കുള്ളതേ ഉള്ളൂ എന്ന് മനസ്സിലാകും. പിന്നെ എന്തേ രക്ഷയുള്ളൂ?
ഈശ്വരപദത്തിലേക്ക് എത്തിച്ചേരുക എന്നാണെന്നാണ്. ഭാരതത്തിൽ എപ്പോഴും ഭാഗവതങ്ങളും സത്രങ്ങളും കേൾക്കേണ്ടത് ആരാണെന്നറിയോ? സ്വാമി വിവേകാനന്ദ സ്വാമികൾ പറയും, എനിക്ക് ചെറുപ്പക്കാരികളാണ് വേണ്ടതെന്നാണ്. എന്താ? യുവാക്കളെയും യുവതികളെയാണ് ഇതിന് മുമ്പിലേക്ക് വേണ്ടതെന്നാണ്. കാരണം എന്താ? അവരാണ് ഈ രാജ്യത്തിൻ്റെ സമ്പത്ത്. അവരാണ് ഈ സന്ദേശങ്ങൾ, ശ്രീകൃഷ്ണന്റെ സന്ദേശങ്ങൾ മനസ്സിലാക്കേണ്ടത്, നവയോഗികളുടെ സന്ദേശങ്ങൾ മനസ്സിലാക്കേണ്ടതെന്നാണ് സ്വാമി വിവേകാനന്ദൻ പറയും. അജ്ഞതയിലേക്ക് പോകരുത് എന്നാണ്. സ്വാമി വിവേകാനന്ദന്റെ വാക്കുകൾ നമ്മളെ ഹൃദയത്തിൽ തട്ടുന്ന വാക്കുകളാണ് അല്ലേ? ക്ഷേത്രത്തില് ജനിക്കാം, ക്ഷേത്രത്തിൽ മരിക്കരുത് എന്നാണ് പറഞ്ഞേക്കണേന്നാണ്. എന്താ കാരണം? പുണ്യാകം വേണമെന്ന് വിചാരിച്ചിട്ടല്ല ക്ഷേത്രത്തിൽ മരിക്കുക പറഞ്ഞാൽ. ആ മതിൽക്കെട്ടിൻ്റെ ഉള്ളിൽ പൂവലും തൊഴലും നമസ്കരിക്കലും മാത്രമേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു അന്വേഷണം ഇല്ല എന്നാണ്. അത് പാടില്ല എന്നാണ് പറയാണ്. അതുകൊണ്ടാണ് കഠോപനിഷത്തിലെ ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്യപരാൻ, നിബോധത എന്ന് നമ്മൾ പറഞ്ഞ് ഉത്ബോധിച്ചെന്നാണ്. ഇനി ഈ നടക്കുന്ന വഴികൾ എങ്ങനെയാ സ്വാമി വിവേകാനന്ദ അഭിപ്രായത്തില്? ക്ഷുരസ്യധാര നിശതം ദുരത്യയാന്നാണ് അല്ലേ? ഷേവ് ചെയ്യുന്നതായിരിക്കുന്ന ബ്ലേഡിന്റെ മൂർച്ച എങ്ങനെ ഇരിക്കും? അതിൻ്റെ മുകളിലൂടെ നടക്കുന്നത് പോലെയാണ് ഏത്? ഈ ആധ്യാത്മികമായിരിക്കുന്ന കാര്യങ്ങൾ കൊണ്ടു നടക്കാനും പഠിക്കാനും വളരെ ബുദ്ധിമുട്ടാണ് എന്നാണ്. അതാണ് അങ്ങനെയുള്ളതായിരിക്കുന്ന അത് നമ്മൾ എങ്ങനെ വേണം? കവികൾ പറയാണ് കവയോ പതന്തി എന്നാണ്. ദുരത്യയം, അത്രയും കഷ്ടപ്പാടാണ് ഏത്? ഈ ആധ്യാത്മിക വഴികളിലൂടെ പോകാനായിട്ട്. എപ്പോഴും നമ്മളെ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം എന്നാണ്. അപ്പോൾ അത് പഞ്ചഭൂത നിർമ്മിതമായിരിക്കുന്ന ഈ ശരീരം എന്ന് പറയുന്നത് കഫം, പിത്തം, വാദം ഇങ്ങനെ തുടങ്ങിയതായിരിക്കുന്ന കുറേ വസ്തുക്കളുണ്ട്. ഇതിനെ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന വസ്തുവാണ്. ഇതിൻ്റെ ഉള്ളിലെ പ്രവിശന്തി, ഇതിൻ്റെ ഉള്ളിലാണ് ഈശ്വരൻ എന്ന് പറയുന്ന ചൈതന്യം ഇരിക്കണേ. അതിനെ നല്ലോണം മനസ്സിലാക്കി കഴിഞ്ഞാൽ അതുകൊണ്ട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ ചോദിച്ചു, ബുദ്ധിയുള്ളവനായിരിക്കുന്ന ആ പ്രബുദ്ധൻ അതിനുള്ള വഴികളൊക്കെ പറഞ്ഞു കൊടുത്തു എന്നാണ്. ആദ്യം തന്നെ എന്ത് വേണമെന്നറിയോ? തസ്മാൽ ഗുരും, നല്ലൊരു ഗുരുവിനെ ആശ്രയിക്കുക, നല്ല കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക, ആ വേണ്ട വിധത്തില് കഥകള് കാര്യങ്ങളൊക്കെ ആവുക. ശ്രദ്ധ ഭാഗവതേ ശാസ്ത്രേ, ശാസ്ത്രം എന്നാണ് ഭാഗവതത്തിന്റെ പേര്. എന്താ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ? ശാസിഷ്യതേ ഇത് ശാസ്ത്രം എന്നാണ്. കേൾക്കുന്ന വ്യക്തികളോട് നിങ്ങൾ ഇങ്ങനെ ജീവിക്കണം, ഇപ്പൊ ജീവിക്കുന്നത് പോലെ ജീവിക്കരുത്, സ്വഭാവം പെരുമാറ്റം എല്ലാം തന്നെ മാറ്റണം എന്നാണ്. ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ള ഒരു ശാസ്ത്രമാണ് ഏത്? ശ്രീമദ് ഭാഗവതം. ആ ശാസ്ത്രത്തിൽ വേണ്ട വിധത്തിലായിരിക്കുന്ന ലക്ഷ്യം, ഭക്തി ഉണ്ടായിരിക്കണം എന്നൊക്കെ പറഞ്ഞു. അതിനിതാ ആ നാരായണനെ ഭജിച്ചു കഴിഞ്ഞാൽ ഈ മായയിൽ നിന്നും ഇതൊക്കെ മനസ്സിലാവൂട്ടോ എന്ന് പറഞ്ഞാൽ നാരായണൻ ആരാണെന്ന് ചോദിക്കുകയാണ്. നാരായണൻ എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ പറയാണ് സുഷുപ്തി അല്ലെ, ജാഗ്രത, സ്വപ്നം, സുഷുപ്തി, ഇതിലിരുന്നു കൊണ്ട് നമ്മളെ സംരക്ഷിക്കുന്ന വ്യക്തിയാണ് നാരായണൻ എന്നാണ്. നമ്മളിപ്പോൾ ജാഗ്രത കൂടി ഇരുന്ന് കേൾക്കണു അല്ലെ, ആരാണ് ശക്തി തരുന്നത്? ഭഗവാനാണെന്നാണ്. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ഉറങ്ങാൻ കിടക്കും അല്ലേ, സുഷുപ്തിയല്ലേ, നമ്മൾ ഉറങ്ങും. ആ നേരത്ത് നമ്മൾ ആരാണ് രക്ഷിക്കുന്നത്? ഈശ്വരനാണെന്നാണ് അല്ലേ. അല്ലെങ്കിൽ ആരാ നമ്മളെ രക്ഷിക്കുക? ആരും രക്ഷിക്കില്ല, ഈശ്വരൻ തന്നെയാണ് രക്ഷിക്കുന്നത്. ചിലർ പറയും ഞാൻ തന്നെ എൻ്റെ കഴിവുകൊണ്ടാണെന്ന് പറയും. അങ്ങനെ വെച്ചാൽ ഉറങ്ങുമ്പോൾ ആരാ നമുക്ക് ശ്വാസം തരണേ? ഉറങ്ങി കിടക്കുമ്പോൾ വല്ല ബോധമുണ്ടോ? കൂർക്കങ്ങനെ വലിക്കും അല്ലേ? ആരാ വലിപ്പിക്കണത് അല്ലേ? ഈ അറിവ് നമ്മൾ അറിയാത്തായിരിക്കുന്ന, കണ്ടുപിടിക്കാൻ പറ്റാത്തായിരിക്കുന്ന ശക്തിയാണ് എന്നാണ്. ഇത് തന്നെയാണ് നാരായണൻ. ആ സ്വപ്നം കാണിക്കുന്നതും എല്ലാം എങ്ങനെയാണ് എന്നാണ്. രാത്രി 8 മണിക്ക് കിടന്നാൽ പിറ്റേ ദിവസം കാലത്ത് 8 മണിക്കെങ്കിലും നമ്മളെ എഴുന്നേൽപ്പിക്കുന്നുണ്ട് അല്ലേ. ഈ ശക്തിയെയാണ് എന്ത് പറയാ? ഈശ്വരൻ, നാരായണൻ എന്ന് പറയാ. 8 മണിക്ക് എഴുന്നേറ്റില്ലെങ്കിലോ മൂക്കിൽ പഞ്ഞു വയ്ക്കാം എന്നർത്ഥം അല്ലേ. എന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ അതുകൊണ്ട് ആരാണ് നമ്മളെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്? ഈശ്വരൻ മാത്രം എന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, അങ്ങനെയുള്ള നാരായണൻ എൻ്റെ കർമ്മയോഗത്തെ പറ്റി പറയാൻ പറഞ്ഞു. അതിനൊരു പൂജ പറഞ്ഞു കൊടുത്തു എന്നാണ്. വേണ്ട വിധത്തിൽ പൂജ, ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ഭഗവാനെ പൂജിക്കാം, ഏതെങ്കിലും രൂപത്തിൽ ഭഗവാനെ പൂജിക്കാം എന്നാണ്. കൃഷ്ണനായിട്ടോ രാമനായിട്ടോ ഏത് വേണേ പൂജിക്കാം. അപ്പോഴാണ് ഭഗവാന്റെ ഏതൊക്കെയാണ് അവതാരങ്ങൾ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പിന്നെ അവതാരങ്ങളെ പറ്റി പറഞ്ഞു കൊടുക്കുകയാണ്. ഏതൊക്കെയാണ് അവതാരങ്ങൾ? അനവധി ഉണ്ട് എന്നാണ്. ധർമ്മൻ്റെ മകനായിട്ട് മൂർത്തിയായിട്ട് ഭഗവാൻ നരനാരായണന്മാർ, ധർമ്മനിലും മൂർത്തിയിലും നരനാരായണന്മാരായിട്ട് ആ ഭഗവാൻ അവതരിച്ചതായിരിക്കുന്ന കഥ പറഞ്ഞു കൊടുത്തു എന്നാണ്. അത് പിന്നെ ആ അനവധി ഹംസമായിട്ടും, ഹംസസ്വരൂപവതച്യുത ആത്മയോഗം, ഹംസമായിട്ടും ദത്തൻ, കുമാരൻ, സനൽകുമാര മഹർഷിമാരായിട്ടും ഋഷഭനായിട്ടും അനവധി അവതാരങ്ങളെപ്പറ്റി വർണ്ണിച്ചു കേട്ടു എന്നാണ്. അത് വർണ്ണിച്ച് വന്നിട്ട് പിന്നെ എന്തായി? പിന്നെ ആ ജനകൻ അതായിരിക്കുന്ന ബുദ്ധൻ്റെയും കൽക്കിയുടെയും അവതാരത്തെ പറ്റി പറഞ്ഞു എന്നാണ്. ഭാരതത്തിലെ ഹിന്ദുമതത്തിലെ ഉള്ളതായിരിക്കുന്ന ഭാരതീയ സംസ്കാരത്തിൻ്റെ ഒരു അംഗമാണ് ഏത്? ബുദ്ധമതമായിട്ട് വരിക എന്നാണ്.
കേവലം ഒരു അംഗം മാത്രമേ ഉള്ളൂ എന്നാണ്. അതായത് വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന നേരായ വഴികളെ തെറ്റിദ്ധരിച്ച് ഹിംസ, അല്ലേ, അനവധി മകാരങ്ങളുണ്ടെന്നാണ്. മാംസം, മദ്യം, മദാലസ തുടങ്ങിയ മകാരങ്ങൾ കുറേയുണ്ട്. ഇതിനൊക്കെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബലി സമർപ്പിക്കല്, അല്ലേ, യാഗങ്ങൾ ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടതെന്നാണ്. ബലി എന്ന് പറയാൻ എന്താ, ബലി സമർപ്പിക്കുകയാണ്, ഇനി ഞാൻ അതൊന്നും ചെയ്യില്ല എന്നാണെന്നാണ്. പക്ഷെ ഇന്നും ഉണ്ട് ഭാരതത്തിൽ ആടുകളെ കൊല്ലണ സ്ഥലം, അല്ലേ, അനവധി ആടുകളെ കൊല്ലണ സ്ഥലമൊക്കെ ഉണ്ടെന്നാണ്, വടക്കോട്ട് പോയി ഉണ്ടെന്നാണ്. അനവധി മൃഗങ്ങളെയൊക്കെ കൊന്നുകൊണ്ട് ചെയ്യുന്നതായിരിക്കുന്ന കർമ്മങ്ങളുണ്ടെന്നാണ്, ജ്ഞാനസമ്പാദന. അപ്പം അതിനെതിരൊക്കെ ആയിട്ടുകൊണ്ടാണ് ബുദ്ധൻ തുടങ്ങിയതായിരിക്കുന്ന ഈശ്വരാവതാരങ്ങൾ ഉണ്ടായി എന്ന് പറയണം. അപ്പം ഇത് ഭാരതീയ സംസ്കാരത്തിൻ്റെ, ആർഷഭാരതത്തിൻ്റെ ഒരു അംഗം തന്നെയാണ് ഈ അവതാരങ്ങൾ എന്നാണ്. കൃഷ്ണൻ അവതരിച്ചിട്ട് ഒരു കൃഷ്ണ മതം എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ കൃഷ്ണന് മതം ഉണ്ടോ? അല്ലെ, രാമൻ്റെ മതം ഏതാന്ന് ചോദിച്ചാൽ പറയാൻ പറ്റും. കൃഷ്ണൻ്റെ മതം അങ്ങനെ ഒരു മതമില്ല എന്നാണെന്നാണ്. ഭാരതീയത്തിൻ്റെ സനാതന ധർമ്മം എന്നാണ് പറയുക, അല്ലെങ്കിൽ ഹിന്ദു ധർമ്മം എന്നാണ് പറയുക. മതം എന്ന് പറയുന്നൊരു അഭിപ്രായം മാത്രമേ ഉള്ളൂ എന്നാണ്. അത് വിദേശികൾ നമ്മളെയൊക്കെ ഉപേക്ഷിച്ച് പോയ സമയത്ത് പിന്നെ വന്നിങ്ങനെ ചേർന്ന പേരാണ് എന്ത്, മതം എന്നാണ്. പിന്നെ മറ്റുള്ള മതങ്ങളുണ്ടായിരുന്നു, ശാക്തേയം, അതുപോലെ ഗാണപത്യം, സൗരം, ഇങ്ങനെ തുടങ്ങിയതായിരിക്കുന്ന കുറേ മതങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഭാരതത്തിൽ കുറേ കാലം മുമ്പ്. അതൊക്കെയാണ് മതങ്ങൾ എന്ന് പറയാം. ഇങ്ങനെ വാതയ വിമോഹയത യജ്ഞകൃതോത്തർഹാൻ ശൂദ്രൻ കലൗഷിതിഭുജോ നിഗഷ്യത്യതന്തേ. ഭഗവാൻ ഭൂമിയിലെ ദുഷ്ടന്മാരെ നിഗ്രഹിക്കാൻ വേണ്ടി കൃഷ്ണനായിട്ട് അവതരിച്ച് ഭഗവാൻ വേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്യുന്നു. ഇനി എന്താ, കൽക്കിയായിട്ട് ഭഗവാൻ അവതരിക്കും എന്നാണ്. കൽക്കിയായിട്ടിരിക്കുന്ന ശൂദ്രപ്രവർത്തികൾ എന്നാണ്. രാജാക്കന്മാരും മറ്റൊക്കെ ജനങ്ങളെ എങ്ങനെ പീഡിപ്പിക്കാമെന്ന് നോക്കും എന്നാണ്. അങ്ങനെയുള്ളവരെയൊക്കെ ഭഗവാൻ നശിപ്പിക്കാൻ വേണ്ടി കൽക്കിയായിട്ട് അവതരിക്കും. അത് ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന ആ അവതാരങ്ങളാണ് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ചോദിച്ചു, അഭക്തന്മാരുടെ ഗതി എന്തെന്നാണ്. ഭക്തി ഇല്ലാത്തവരുടെ ആ ഗതി എന്തെന്ന് ചോദിച്ചപ്പോഴാണ് പിന്നെ ഭക്തി ഇല്ലാത്തവരുടെ ഗതി എന്താ പറയുക, അധോഗതി എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ എന്നാണ്. അവർക്ക് ലക്ഷ്യം ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ അഭക്തന്മാർക്ക് ആ കഥ കേൾക്കണമെന്നുണ്ടെങ്കിൽ ദൂരെ ഹരികഥാ കേജിൽ ദൂരെ ചച്യുതകീർത്തന സ്ത്രീയശൂദ്രാജയശ്ചൈവ തേ അനുകമ്പ്യാഭവാദൃശം. ഭഗവാന്റെ ദൂരെ ഹരികഥ, ഭഗവാന്റെ കഥകൾ കേൾക്കണം എന്നാണ്, കേൾക്കണം, പഠിക്കണം കാര്യങ്ങളൊക്കെയാണ്. അത് കേട്ട് പഠിച്ചിട്ടോ ഇവിടെ പറഞ്ഞു സ്ത്രീയ ശൂദ്രാജയശ്ചൈവ. ഭാഗവതത്തിനൊരു വകഭേദമില്ല, ഒരു വേലി കെട്ടില്ല എന്നാണ്. ആരെയാണ് പഠിപ്പിക്കേണ്ടത്? ആദ്യം പറഞ്ഞു സ്ത്രീകളെ പഠിപ്പിക്കണമെന്ന് പറയാം. എന്താ പറയാൻ കാരണം, ശങ്കരാചാര്യസ്വാമിയുടെ അഭിപ്രായത്തിൽ പുരുഷനായിട്ട് ജനിക്കാന്ന് പറഞ്ഞ ഭാഗ്യമാണ് എന്നാണ്. പുരുഷനേക്കാളും കൂടുതൽ ദുഃഖം ആർക്കാ? സ്ത്രീകൾക്കാണ് ദുഃഖം ഉണ്ടാവുക എന്നാണ് പറയുക, അല്ലേ. ഇപ്പൊ പുരുഷന്മാർക്കും ദുഃഖം വന്നുകൊണ്ടിരിക്കുന്നതാണ്, അല്ലെ. പുരുഷ പീഡനമുണ്ട്, സ്ത്രീ പീഡനമുണ്ട് എന്നാണ്, എവിടെയും കേസ് നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ്, അല്ലെ. പണ്ട് കാലത്ത് അങ്ങനെയല്ല. ചിന്ത പുരുഷന്മാര് നല്ല ജന്മാണെന്നാണ് ഈശ്വരപ്രാപ്തിക്ക്, സ്ത്രീകൾക്ക് അത്ര പറ്റില്ല എന്നാണ് അഭിപ്രായം. അപ്പം അതുകൊണ്ട് ആ സ്ത്രീകൾക്ക് ആദ്യം പറയണമെന്നാണ്. പിന്നെ അറിവില്ലാത്തായിരിക്കുന്ന ആളുകൾക്ക് അനുകമ്പ തോന്നണം, ഈ മാഹാത്മ്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു എന്നാണ്. അപ്പം അതിനെന്ത് വേണം? വർണ്ണാശ്രമങ്ങളെ ഒന്ന് ചുരുക്കി പറഞ്ഞു എന്നാണ്. ഏതൊക്കെയാണ്? സത്വഗുണം വർദ്ധിച്ചു കഴിഞ്ഞാൽ ബ്രാഹ്മണൻ എന്നാണ്. അതുപോലെ തന്നെ സത്വഗുണവും രജോ ഗുണവും വർദ്ധിച്ചു വരുന്നവനെയാണ് ക്ഷത്രിയൻ എന്ന് പറയാം. അതുപോലെ തന്നെ ഊരുവിൽ നിന്നുണ്ടായതാക്കുന്ന രജോ ഗുണം തമോ ഗുണം വെച്ചാണ് വൈശ്യനായിട്ട് വരിക. പാദത്തിൽ നിന്ന് തമോ ഗുണമുള്ളത് ശൂദ്രൻ എന്നാണ്. അറിവില്ലാണ്ട് ഇരിക്കുന്ന ആളാണ് ശൂദ്രൻ എന്ന് പറയുക. ഇങ്ങനെയൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ ഭഗവാന്റെ ഓരോ അംഗത്തിൽ നിന്ന് ഉണ്ടായതായിരിക്കുന്ന ഇത് പറഞ്ഞു എന്നാണ്. ഭഗവാന്റെ ജഗനത്തിൽ നിന്ന് ഗൃഹസ്ഥാശ്രമം ഉണ്ടായി, ഹൃദയത്തിൽ നിന്ന് ബ്രഹ്മചര്യം ഉണ്ടായി, മാറിൽ നിന്ന് വാനപ്രസ്ഥം ഉണ്ടായി, ശിരസിൽ നിന്ന് ആ സന്യാസവും ഉണ്ടായി. ഇങ്ങനെയാണ് ആ പ്രകരങ്ങൾ പറഞ്ഞു. അപ്പം ഭക്തിക്ക് ഭഗവാനെ ആരാധിക്കാൻ ഏറ്റവും വലിയ ആ രൂപം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ രൂപമാണ് ഏത്? ഒന്ന് ശ്രീകൃഷ്ണൻ്റെ കഥകൾ, അല്ലെങ്കിൽ ശ്രീകൃഷ്ണനെ, അല്ലെങ്കിൽ ശ്രീരാമചന്ദ്രനെ എന്നാണ്. അപ്പം അതൊന്നും കൂടെ വർണ്ണിച്ചു എന്നാണ്. ആരാണ്? ധ്യേയം സദാ പരിഭവമക്രമഭീഷ്ടതോകം തീർത്ഥാസ്പദം ശിവവിരിഞ്ജനുതം ശരണ്യം ഭൃത്യാർത്തികം പ്രണതപാല ഭവാബ്ദിപോം വന്ദേ മഹാപുരുഷത്തെ ചരണാരവിന്ദം. ഭഗവാനെ ആരാധിക്കാൻ, ശ്രീകൃഷ്ണ ഭഗവാനെ ആരാധിക്കാൻ പറഞ്ഞു എന്നാണ്. ഇനി പ്രത്യേകമായിട്ട് നമ്മൾ ആർക്കും രാമൻ്റെ അവതാരത്തെ പറ്റി പറഞ്ഞു. ഇനി ശ്രീകൃഷ്ണൻ വേണ്ട, രാമനെ ആരാധിച്ചോളൂ എന്നാണ്. ആരാണ് രാമൻ? തെക്വാ സുദുസ്ത്യജസുരേപ്സിതരാജലക്ഷ്മീം ധർമ്മിഷ്ഠ ആര്യവജസ യജദാകതരണ്യം. ആര്യവജസ തെക്വാ,
അച്ഛൻ്റെ വാക്കിനെ ബഹുമാനിച്ചുകൊണ്ട് സകല ലക്ഷ്മി എന്നാണ് അല്ലേ, ലക്ഷ്മി എല്ലാ രാജലക്ഷ്മി ഉപേക്ഷിച്ചുകൊണ്ട് സുദുസ്ഥിത സുരേപ്സിതരാം എന്നാണ് ആ വളരെ കഷ്ടപ്പെട്ടതായിരിക്കുന്ന കാട്ടിലൂടെയൊക്കെ കിടന്ന് നടന്ന് അങ്ങനെ ധർമ്മിഷ്ഠനായിരിക്കുന്ന രാമന്റെ കഥ മതി എന്നാണ്. എന്നാ മായാമൃഗം ദൈതയേപ്സിതമന്വധാവൽ വന്ദേ മഹാപുരുഷത്തെ ചരണാരവിന്ദം. അങ്ങനെയുള്ളതായിരിക്കുന്ന ഭഗവാന്റെ ചരണാരവിന്ദത്തിലെ ഭക്തി വേണം. രാമായണം മാത്രം മതി എന്നാണ്. ഇപ്പൊ രാമായണം ഭാഗവതല്ല ഏത് ഗ്രന്ഥം എടുത്താലും നമുക്ക് ലക്ഷ്യം കാണിച്ചു തരുന്ന ഗ്രന്ഥങ്ങളാണ് എന്നാണ്. അങ്ങനെ ഏറ്റവും മഹാത്മ്യമുള്ളതാണ് ഈ നവയോഗി സംവാദം. 1.25 മണിക്കൂർ കൊണ്ട് ഈ 4 അധ്യായങ്ങളും 185 ശ്ലോകങ്ങളും പറഞ്ഞു തീർക്കാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നാണ് അല്ലേ. അപ്പൊ അവിടെ ഇവിടെയൊക്കെ പറഞ്ഞിട്ട് വേണമെന്നാണ്. ഇപ്പൊ സമയം വൈകിയിരിക്കുകയാണെന്നാണ് അല്ലേ. 5:15 നമ്മൾ തുടങ്ങി 6:15 6:30 ആകുമ്പോഴേക്കും നമ്മൾ അത് അവസാനിപ്പിക്കണം. അതുകൊണ്ട് പറയാണ് തെക്കുതാ സുദുശ്ചത സുരേപ്സിത രാജലക്ഷ്മി. രാമന്റെ മഹാത്മ്യം ഒന്ന് നോക്കിയാൽ മതി എന്നാണ്. എല്ലാവിധ സുഖ സൗകര്യങ്ങളും ഉണ്ടായി അനുഭവിക്കാം. ദശരഥൻ പറഞ്ഞു വേണമെങ്കിൽ രാമ എന്നെ പിടിച്ച് കെട്ടിയിടൂ അല്ലേ, എന്നിട്ട് രാജ്യം ഏറ്റെടുക്കൂ എന്ന് പറയാണ് അച്ഛനോട്. രാജ്യം ഉപേക്ഷിച്ചപ്പോഴും ഇളം പുഞ്ചിരിയായിരുന്നു രാമന്റെ മുഖത്ത്. രാജ്യം സ്വീകരിച്ചപ്പോഴും ഇളം പുഞ്ചിരിയായിരുന്നു എന്നാണ്. രാമന്റെ മഹാത്മ്യം അങ്ങനെയാണെന്നാണ് അല്ലേ. രാമന്റെ മഹാത്മ്യം അനേതാണ്. അതുകൊണ്ട് ഏവം യുഗാനുരൂപാഭ്യാം ഭഗവൻ യുഗവർത്തിഭി മനുജയേതിയാജൻ ശ്രേയസാമീശ്വരോഹരി. ശ്രേയസ് ആഗ്രഹിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? ഹരിയെ ഭജിച്ചോളൂ എന്ന് ഉറപ്പിച്ച് പറയാണ്. ഹരിവചനം തന്നെ ഏറ്റവും ലക്ഷ്യം എന്നാണ്. കലിം സപാദയന്ത്യർത്ഥ ഗുണജ്ഞാസാരഭാഗിന എത്ര സങ്കീർത്തനേന ഇവ സർവസ്യാർത്ഥോർവിലിപ്യതേ. എന്നിട്ട് കലിയുഗത്തെ ഒന്ന് വർണ്ണിക്കുകയാണ് പിന്നെ അല്ലേ. എത്ര മഹാപുണ്യവാന്മാരാണ് ഈ കലിയുഗത്തിൽ വന്ന് ജനിച്ചേക്കണേ എന്ന് പറയാം. മറ്റ് യുഗങ്ങളിലൊക്കെ എന്ത് വേണം? ധ്യാനം, പൂജ, തപസ്, എന്തെല്ലാം കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇവിടെ പറയാണ് ഒന്നും വേണ്ടാത്രേ, ഭഗവാന്റെ കഥകൾ മാത്രം മതി എന്നാണ്. ഭഗവാന്റെ കഥകൾ, നാമസങ്കീർത്തനം, കലൗത്തൽ ഹരികീർത്തനാൽ എന്നാണ്. ഹരിയുടെ കീർത്തനം മാത്രം മതി എന്ന് ഉറപ്പിച്ച് പറയുകയാണെന്നാണ്. ഭഗവാന്റെ നാമങ്ങൾ എത്ര സങ്കീർത്തനേനൈവ സർവസ്വാർത്ഥോപി ലഭ്യതേ. ആ ഭഗവാന്റെ സങ്കീർത്തനം കൊണ്ട് അവൻ്റെ എല്ലാവിധത്തിലായിരിക്കുന്ന ദോഷങ്ങളും നശിച്ചു പോകുന്നതാണ്. കൃതാദിഷു പ്രജാരാജൻ കലൗ ഇച്ഛന്തി സംഭവം. കൃതയുഗത്തിൽ ജനിക്കുന്ന ആളുകൾ പറയാണ് ഇത്ര നേരത്തെ ജന്മമൊന്നും തരേണ്ടിയിരുന്നില്ല കേട്ടോ എന്നാണ്. എന്താ കാരണം? കലിയുഗത്തിൽ ജനിച്ചാൽ മതിയായിരുന്നു എന്നാണ്. കലിയുഗത്തിലാണ് ഇവിടെ പറയാണ് കലൗ ഖലു ഭവിഷ്യന്തി നാരായണപരായണ. കലിയുഗത്തിലെ നാരായണപരായണന്മാര് ഭഗവത് ഭക്തന്മാര് വർദ്ധിച്ച് വരും എന്നാണ്. അതുപോലെ ഭഗവാന്റെ നാമങ്ങളൊക്കെ കേൾക്കും തോറും മംഗളായിട്ട് തോന്നും എന്നാണ്. അത്രയും മഹാത്മ്യമാണ് കലിയുഗത്തിലെന്നാണ്. പുരാണത്തിനുള്ള പ്രത്യേകത അങ്ങനെയാണ്. പുരാണം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, പഴയത് എന്നല്ല. നമ്മളെന്താ പറയാ, പഴംപുരാണം ഒന്നും ഇവിടെ കേൾക്കണ്ടാണ് അല്ലേ. പഴംപുരാണല്ല, പുരാണം എന്ന് പറഞ്ഞാൽ എപ്പോഴും പുരാ അഭിനവം ഇതി പുരാണം എന്നാണ്. ഇന്ന് മനുഷ്യജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ പണ്ട് പറഞ്ഞു വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ്. അന്നുണ്ടായില്ലേ ദുശാസനൻ പാഞ്ചാലിയുടെ ചേല വലിച്ചു എന്നാണ്. ഇന്ന് എത്ര ദുശാസനന്മാരാ. അവ അന്ന് നടക്കുന്നു ഇന്ന് നടക്കുന്ന ഇവിടെ ഉണ്ട് എന്നാണ്. അതുപോലെ അരുത്, അതുപോലെ ആയിക്കഴിഞ്ഞാൽ നശിക്കും എന്നാണ്. രാമായണ കഥകൾ കേട്ടാൽ രാവണനെ പോലെ ആവണോ രാമനെ പോലെ ആവണോ എന്നാണ് ചോദ്യം. എങ്ങനെയാവണം? രാമനെ പോലെ ആവണം എന്നാണ്. രാവണത്വം ഉണ്ടാവാൻ പാടില്ല എന്നാണ്. ഒരിക്കൽ മണ്ഡോദരി തന്നെ വാൽമീരാമായണത്തിൽ ചോദിക്കുക, മണ്ഡോദരിനെ ചോദിക്കേണ്ട രാവണനോട്, അങ്ങക്ക് സീതയെ പ്രാപിക്കാൻ എളുപ്പ വഴി ഞാൻ പറഞ്ഞു തരാമെന്ന് പറയാണ് മണ്ഡോദരി. അതെന്താ എളുപ്പ വഴി? രാമന്റെ രൂപം ഒന്ന് ധരിച്ച് സീതയുടെ മുമ്പിലേക്ക് പോക്കൂടെന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് രാവണൻ പറയാണ് രാമന്റെ രൂപം ഞാൻ ധരിച്ച പിന്നെ എനിക്ക് എന്തിനാ സീത എന്നാണ്. എന്താ കാരണം? രാമനായി കഴിഞ്ഞാൽ അവിടെ കാമനില്ല അല്ലെ, കാമനുള്ളടത്ത് രാമനില്ല എന്നാണ്. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പോൾ എത്രയും മഹാത്മ്യങ്ങളാണ് ആ ഭഗവാന്റെ കഥകൾ. കലവും ഖലു ഭവിഷ്യന്തി നാരായണപരായണാഹ. നാരായണപരായണന്മാര് ആചാര്യശ്രേഷ്ഠന്മാര് കലിയുഗത്തില് വർദ്ധിച്ചു വരും എന്നാണ് ഭഗവാന്റെ കഥകൾ, നാമങ്ങൾ പാടി നടക്കാനായിട്ട് എന്നാണ്. തദേവ രമ്യം രുചിരം നവന്നവം തദേവ ശശ്വൽ മനസോ മഹോത്സവം തദേവ ശോകാർണവശോഷണം നൃണാം യദൂത്തമ ശ്ലോകയശോനുഗീയതേ. ഭഗവാന്റെ കഥകൾ അത്രയും മഹാത്മ്യമുള്ളതാണെന്നാണ്. അതുപോലെ തന്നെയാ അല്ലെ ഗോപികാഗീതം നേരത്തെ ആ മാതാജി പറഞ്ഞല്ലേ,
തവ കഥാമൃതം തപ്ത ജീവനം കവിഭിരീഡിതം കൽമഷാപകം. അപകം കൽമഷം എന്നാണ്. എന്താ കൽമഷാപകം എന്ന് പറയാൻ കാരണം? നമ്മുടെ ദുഃഖങ്ങളെ മുഴുവന് അപഹരിക്കുത്രേ. നമ്മളോട് ചോദിച്ചിട്ടൊന്നും എല്ലായിടത്തിനും അല്ലേ, നമ്മളെ എന്തൊക്കെയാ ശ്രീകൃഷ്ണനെ പേര് വിളിക്കാറ് അല്ലേ? അല്ലേ, വെണ്ണ കട്ട് തിന്ന കള്ളനല്ലേ എന്നൊക്കെയാണ് ചോദ്യം അല്ലേ? ഏത് വെണ്ണയെ കഴിച്ചിരുന്നേ നമ്മൾ അറിയണം. ഏതാ വെണ്ണ? നമ്മുടെ ദുരിതമാകുന്ന, ക്ലേശമാകുന്ന, ദുഃഖമാകുന്ന വെണ്ണ. അത് ആർക്കേ കളയാൻ പറ്റുള്ളൂ? ഈശ്വരന് മാത്രമേ പറ്റുള്ളൂ. ഗോപസ്ത്രീകളുടെ ആ അടക്കളയിലും അകത്തൊക്കെ കടന്നുകൊണ്ട് എന്താ കൃഷ്ണൻ എടുത്തുകൊണ്ട് നടന്നിരുന്നത്? അവരുടെ ചെയ്യന കൂലി വെച്ചിരുന്നു. കൃഷ്ണൻ തൊട്ടിട്ടില്ല എന്നാണ് അല്ലേ? എന്താ എടുത്തുകൊണ്ടെന്നുള്ളൂ? വെണ്ണയും പാലും മാത്രമേ ഉള്ളൂ എന്നാണ്. എന്താ അതിൻ്റെ നമ്മളെ ബോധിപ്പിച്ചിരുന്നത്? വെണ്ണ എന്ന് പറഞ്ഞാൽ സംഘമില്ലാത്ത ഒരു ഭക്തന്റെ ഹൃദയമാണ് വെണ്ണ അല്ലേ? വേഗണ്ഡവത്തിൽ മതിച്ച് ഒന്നിനോടും തൊടാതെ ലക്ഷ്യപ്രാപ്തിയിൽ എത്തി നിൽക്കുന്നതായിരിക്കുന്നതാണ് വെണ്ണ. അതാണ് വെണ്ണയുടെ മാഹാത്മ്യം. പാലെങ്ങനെയുണ്ടാവുന്നത്? പാലുണ്ടായി കഴിഞ്ഞാൽ അതിനെ ചൂടാക്കണം. ഇങ്ങനെ ചൂടാക്കണം, കാലത്തൊട്ട് വൈകിട്ട് വരെ സത്രത്തിൽ കസേരയിൽ വന്നിരുന്ന് ചൂടാവും. അങ്ങനെ ഇരുന്ന് കേട്ട് 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 പിന്നെ എന്താവും? പിന്നെ സംശയങ്ങൾ വരാൻ അല്ലേ? തണുപ്പ് മറ്റൊരു സാധനത്തോട് കൂടിച്ചേരാൻ. എന്താ? ഇതിനു മുമ്പ് പാകമായിരിക്കുന്ന ഒരു സാധനം ഉണ്ട്. ഏതാ? മോര് അല്ലേ? ആ മോരിനോട് കൂടി ചേരുന്നതാണ്. എന്താ? ഭക്തജനങ്ങള് സത്തുക്കൾ വേറെ ഉണ്ട്, അവരോട് കൂടി ചേരും. അവരോട് കൂടി ചേരുമ്പോഴോ കുറേശ്ശെ സാധനങ്ങളൊക്കെ കലങ്ങി വരാൻ തുടങ്ങുന്നതാണ്. അതെന്താ? സംശയങ്ങൾ. ആ സംശയങ്ങൾ തീരാൻ എന്ത് വേണം? നല്ല കടകോല് വേണമെന്നാണ്. അങ്ങടും ഇങ്ങടും തിരിക്കണം എന്നാണെന്നാണ് അല്ലേ? എവിടേക്കൊക്കെ ഓടണം? പർലിക്കാട് സത്രം നടക്കുമ്പോൾ അവിടേക്ക് ഓടുക, ആലുവയിൽ സത്രം നടക്കുമ്പോൾ അവിടേക്ക് ഓടുക, അങ്ങടും ഇങ്ങോട്ട് ഓടി നടക്കുക. എവിടെ പോയാലും കിട്ടാന്ന് വിചാരിച്ചിട്ട് എന്നാണ് അല്ലേ? അവിടെ ഇവിടെയൊക്കെ ഓടിപ്പോയാൽ മതിക്കുക കിടന്ന്. മതിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ ഇതിലുണ്ടാവുക? തിരിച്ച് മതിച്ചു കഴിഞ്ഞ് വരുമ്പോൾ വെണ്ണ ഇങ്ങോട്ട് വരുന്നതാണ്. ആ വെണ്ണയോട് പറയാണ്, നിന്റെ പൂർവ്വ രൂപത്തിലേക്ക് പോട്ടോ എന്ന് പറഞ്ഞാൽ പോകാൻ പറ്റുമോ? പാലാക്കി തരാൻ പറയാൻ പറ്റുമോ? ഇല്ലാത്രേ. അങ്ങനത്തെ ആർക്ക് വേണ്ടു? കൃഷ്ണന് വേണ്ടോ എന്നാണ്. അതുകൊണ്ടാണ് ഭഗവാൻ കൽമഷാപകം, എല്ലാവരുടെ അപകങ്ങളും കഷ്ടതകളെയും കൽമഷങ്ങളെയും ഭഗവാൻ കട്ടെടുക്കും എന്നും കൂടെ കാണിച്ചു തരികയാണ്. അതാണ് ഭഗവാൻ കട്ടെടുത്തിരുന്നത് അല്ലെ? എന്തെല്ലാം ഭഗവാനെ പറ്റി പറയില്ലേ? ഭാഗവതം കേട്ട് പ്രചാരത്തിൽ വന്നപ്പോഴാണ് ഇപ്പൊ പിന്നെ നിങ്ങളുടെ കൃഷ്ണൻ പെണ്ണുങ്ങളുടെ ചേല കട്ടെടുത്ത ആളല്ലേ എന്നൊക്കെ ചോദിക്കാൻ ഇപ്പൊ നിർത്തിയിരിക്കണമെന്നാണ് കുറേയൊക്കെ. എന്താ കാരണം? ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രായം എത്രയുണ്ടായിരുന്നു എന്നാണ് ഭാഗവത്തിൽ പറയും. 6 വയസ്സുള്ള സമയത്താണ് ഗോപസ്ത്രീകളോടൊപ്പം കളിക്കാൻ പോയതും കുളിക്കാൻ പോയതൊക്കെ അല്ലേ? ഗോപസ്ത്രീകളുടെ പ്രായം, തിരുവാതിര കുളിക്കാൻ പോകുന്ന സ്ത്രീകളുടെ പ്രായം സീരിയലിലും സിനിമയിലൊക്കെ 18 വയസ്സും 16 വയസ്സുള്ള പെൺകുട്ടികളായിട്ടാണ് കാണിക്കാന്നാണ് അല്ലേ? ഭാഗവത്തിൽ അങ്ങനെ പ്രായം എന്ന് പറഞ്ഞാൽ അനവധി പ്രായമുള്ള സ്ത്രീകൾ ഇവരൊക്കെയാണ് പോണേ. കൂട്ടത്തിൽ അന്ന് കണ്ണനും പോയിണ്ടായിരുന്നു എന്നാണ്. ആ സമയത്താണ് ഭഗവാൻ നേരം പോക്കിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ ഭാഗവത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്. നേരം പോക്കിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇതൊക്കെ ചെയ്തതും പിന്നെ അവരുടെ വ്രതഭംഗം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഉപദേശങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് സ്ത്രീകളുടെ നഗ്നത കാണാനൊന്നുമല്ല കൃഷ്ണൻ ഈ ചേല എടുത്തുകൊണ്ട് പോയതൊക്കെ അല്ലേ? നമ്മൾ പലതും ചോദിക്കും, ഗോപസ്ത്രീകളുടെ തുകിലും വാരിക്കൊണ്ടരയാലിൻ കൊമ്പത്തിരുന്നോരോ അല്ലേ? ശീലക്കേടുകൾ പലതും. എന്ത് ശീലക്കേട് കാണിച്ചു എന്നാണ് ഭഗവാൻ? ഒരു ശീലക്കേടും കാണിച്ചിട്ടില്ല എന്നാണ്. ഇങ്ങനെ നാമങ്ങളിലൊക്കെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം എന്നാണ്. അപ്പൊ ഭഗവാന്റെ നാമാണ് ഏറ്റവും പ്രധാനം. അത് ഏതാണ്? കലിയുഗത്തിലെ ഭഗവാന്റെ കഥകളാണ്. ഭവിഷ്യന്തി നാരായണ പരായണ കൊജിൻ മഹാരാജ. അതിനെവിടെയാണ് സ്ഥലങ്ങൾ എന്ന് പറയാണ് കൂടുതലായിട്ട് ഭക്തി വരിക? ദ്രാവിഡ ദേശം എന്നാണ് പറയുക. ദ്രാവിഡ ദേശം എന്ന് പറഞ്ഞാൽ കർണാടകം, കേരളം, തമിഴ്നാട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഏറ്റവും പ്രാധാന്യത്തിൽ അതാണ്. കൊജിൻ മഹാരാജ ദ്രവിഡേഷു ച ഭൂരിശാം താമ്രവർണ്ണിം നദീം യത്ര കൃതമാലാ പയസ്വിനി. നദികളുടെ പേരുകളൊക്കെ പറഞ്ഞു എന്നാണ്. ഇവിടെ കാവേരി നദി, താമ്രവർണ്ണി നദി, കൃതമാല നദി, പയസ്വിനി നദി, ഇതിൻ്റെയൊക്കെ അതുപോലെ പടിഞ്ഞാട്ട് ഒഴുകുന്നതായിരിക്കുന്ന നദികളൊക്കെ പ്രത്യേകതയുള്ളതാണ് എന്നാണ് അല്ലെ? ഭാരതപ്പുഴയുടെ സമീപത്താണ് നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കണേ. അത് വളരെ പ്രത്യേകതയുള്ളതാണ്. ഇവിടെയൊക്കെ പുണ്യവാന്മാരും അതുപോലെ ഭക്തിയും ഒക്കെ വർദ്ധിച്ചു വരും എന്ന് പറഞ്ഞു എന്നാണ്. അവിടെ എന്താ ഉണ്ടാവുക? പ്രായോ ഭക്ത ഭഗവതി വാസുദേവ അമലാശയാ. അമല ഒരിക്കലും ചെളി തട്ടാത്തായിരിക്കുന്ന ശുദ്ധഹൃദയന്മാരായിരിക്കുന്ന ഭഗവത് ഭക്തന്മാരവിടെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ഇനി അങ്ങനെ ഭഗവാനെ ഭജിക്കുന്ന ഒരാളുകൾക്ക് പഞ്ചയത്നൊന്നും ബാധകല്ല എന്നാണ്. ഏതൊക്കെ പഞ്ചയജ്ഞങ്ങൾ അല്ലേ? ഇതൊക്കെ ദേവർഷി, ദേവകടം, ഋഷികടം അല്ലേ, ഭൂതകടം, നൃകടം, മനുഷ്യകടം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കടങ്ങളൊക്കെ ഉണ്ട് കുറേ. ഇതൊന്നും പഞ്ചയജ്ഞങ്ങൾ ഇതൊന്നും അവർക്ക് ബാധല്ലാത്രേ. എപ്പോഴും ശ്രീകൃഷ്ണനാമങ്ങൾ ജപിച്ച് ഭഗവാന്റെ നാമങ്ങൾ ജപിച്ച് നടക്കുന്ന ഒരു വ്യക്തിക്ക്
ഇതൊന്നും ബാധകല്ല എന്നാണ്. ശുദ്ധാശുദ്ധങ്ങളൊന്നും ബാധകല്ല എന്നാണ്. ചിലർ പറയില്ലേ, സത്രഹാളിൽ വന്നിരിക്കാൻ പറ്റുമോ? എൻ്റെ അമ്മയുടെ ഒരു കുട്ടി പ്രസവിച്ചിട്ടുണ്ട് എന്നാണെന്നാണ് അല്ലേ. അതൊന്നും കുഴപ്പമില്ല എന്നാണ്, മടിയാണ് എന്നാണ്. അതിനൊന്നും അതൊരു ശുദ്ധാശുദ്ധങ്ങളൊന്നും നോക്കാനില്ല എന്നാണ്. ഇവിടെ വന്നിരിക്കാം. ചില ആചാരങ്ങളൊക്കെ വന്നു എന്നാണ്. ഇപ്പം നമ്മൾ തന്നെ നോക്കിക്കോളൂ, ഓരോ ജാതിയിൽപ്പെട്ട ഓരോരുത്തർക്കും തിരുവനന്തപുരത്ത് ഉള്ള പോലെയല്ല തൃശ്ശൂർ വന്നുള്ള ആചാരങ്ങൾ എന്നാണ്. ചിലവർക്ക് അച്ഛൻ്റെ കൂട്ടർക്കാണ് പെലാന്ന് വിചാരിച്ചാൽ ചിലവർക്ക് അമ്മയുടെ കൂട്ടർക്ക് അത്ര പെലാന്നാണെന്നാണ്. ഇങ്ങനെ എന്താ ഇതിലൊക്കെ ഒരു ഇതുള്ളതെന്നാണ്. അതൊക്കെ നമ്മൾ ആചരിച്ച് പോരുന്നതാണെന്നാണ്. ചില കാര്യങ്ങൾക്കും ആവശ്യങ്ങൾക്കും വേണ്ടിയെന്ന് മാത്രം. അതിലൊന്നും കുടുങ്ങാൻ പാടില്ല എന്നാണ്. നമ്മൾ ബദ്ധന്മാരാവാൻ പാടില്ല അതിലൊന്നും. പണ്ട് അതിനൊരു തമാശ കഥ പറയും. എന്താ കഥ? ഒരിക്കൽ ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് തൊഴാൻ പോവുക. അയാൾക്ക് നല്ല ഉയരണ്ട്. അയാൾ ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് കടന്നപ്പോൾ എന്തായി? ഉത്തരത്തിൻ്റെ മുകളിൽ തല അങ്ങോട്ട് മുട്ടി. അപ്പോൾ പിന്നിലെ ആളുകൾ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്. ഉത്തരത്തിൻ്റെ മുകളിൽ കട്ടലയുടെ മുകളിൽ തല മുട്ടിയപ്പോൾ വേദന സഹിക്കാൻ വയ്യ. അയാൾ തലയിൽ കയ്യും വെച്ചുകൊണ്ട് ശ്രീകോലിൻ്റെ മുമ്പിൽ ചെന്ന് തൊഴുത് ഒരു കണക്കിന് കിഴക്കേ നടക്കൂടെ കടന്ന് വടക്കേ നടക്ക് കടന്ന് ഒരു പാറയുണ്ട് അവിടെ ചെന്നിരുന്നിട്ട് കിഴക്കോട്ട് തിരിഞ്ഞിങ്ങനെ ഒഴിയാൻ തുടങ്ങിയെന്നാണ്. കുറച്ച് കഴിഞ്ഞ് അയാൾ പിന്നിലേക്ക് നോക്കിയപ്പോഴാണ് ക്യൂ നിൽക്കുന്ന ആളുകൾ എന്നാണ്. അതെന്താ അതെന്ന് ചോദിച്ചു. അവിടെ മുട്ടിയ എവിടെയല്ലേ ഒഴിയണ്ടേ എന്നാണത്രേ. ഇങ്ങനെയാണ് എന്നാണ്. ആചാരങ്ങളിലൊക്കെ പെട്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ തെറ്റിദ്ധാരണകൾ പലതും വരണം. എന്താണ് ചെയ്യണേ എന്നുള്ളതായിരിക്കുന്ന അറിവുണ്ടായിത്തീരണം. അതിന് ഏറ്റവും നല്ലതാണ് ശ്രീമദ് ഭാഗവതം ശാസ്ത്രമായിരിക്കുന്ന ശ്രീമദ് ഭാഗവതം മനസ്സിലാക്കുക എന്നാണ്. അങ്ങനെ കഥകളൊക്കെ ചുരുക്കി 185 ശ്ലോകങ്ങളെ കൊണ്ടുള്ളതൊക്കെ പറഞ്ഞു തീർക്കാന്ന് പറഞ്ഞാൽ വേഗം അങ്ങോട്ട് ഓടിപ്പോയി. അങ്ങനെ നിമി മഹാരാജാവിന് ഈ ഉപദേശങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അതിൽ നിപുണനായിരിക്കുന്ന നിമി മുക്തി പ്രാപിച്ചു. തതോ അന്തർധിരേ സിദ്ധ സർവലോകസ്യ പശ്യത രാജാ ധർമാനുപാദിഷ്ടൻ അവാവാ പരമാം ഗതി. പരമായിരിക്കുന്ന ഗതിയെ പ്രാപിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പ്രകരണം അവസാനിക്കുന്നതാണ്. ഏതൊരുവനാണോ ഈ 4 അധ്യായങ്ങളും ഈ 185 ശ്ലോകങ്ങളും ശ്ലോകം ബൈ ശ്ലോകമായിട്ട് വേണ്ട വിധത്തിൽ ഒരു ഗുരുമുഖത്ത് ഇരുന്നു കൊണ്ട് പഠിച്ച്, ഒരു ശബ്ദം കേട്ടാലൊന്നും മനസ്സിലാവില്ല, പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവന് ശമലം ബ്രഹ്മഭൂയായ കൽപ്പതേ എന്നാണ്. എന്താ? അവന് ജീവഭാവം വിട്ട് ബ്രഹ്മഭാവത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. അകം ബ്രഹ്മാസ്മി എന്നുള്ള ഭാവത്തിലേക്ക് എത്താൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ചുരുങ്ങിയ സമയം കൊണ്ട് മഹാന്മാരായിരിക്കുന്ന യോഗികൾ പറഞ്ഞ വാക്കുകൾ നമ്മളിവിടെ ഉദ്ധരിച്ചത് എന്നാണ്. ഏതോ ജന്മത്തിലൊരു സുഹൃതം കൊണ്ട് ഇത്രയും പുണ്യവാന്മാരായിരിക്കുന്ന ഹേ അമൃതസ്യ പുത്ര എന്നാണ് വിശേഷിപ്പിക്കുക അല്ലേ. പുണ്യവാന്മാരായിരിക്കുന്ന സജ്ജനങ്ങളുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് അല്പനേരം ഭഗവാന്റെ കഥകൾ പറയാനായിട്ടൊരു അവസരം ലഭിച്ചത് ഭഗവാന്റെ പാദത്തിൽ അർച്ചനാപുഷ്പമായിട്ട് സമർപ്പിക്കുന്നു. പിന്നെ ആ സ്വാമിജിയുടെ പാദത്തിലും അതുപോലെ തന്നെ നമ്മളെ പരിചയപ്പെടുത്താൻ ഇവിടെ കൊണ്ടുവരാനൊരാൾ അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. വിജയൻ മനോൻ അവർകൾ എന്നാണ്. അദ്ദേഹം നമുക്കൊരു വഴികാട്ടിയാണ്, ഗുരുനാഥനെ പോലെയും കൂടിയാണ്. അദ്ദേഹം പരിചയപ്പെടുത്തിയതിൻ്റെ മേലാണ് നമ്മളിവിടെ അദ്ദേഹത്തിനോടും അതിൻ്റെ ആ നന്ദിയൊക്കെ പറയണു. ആരോടും നന്ദി പറയേണ്ടു എന്നാണ്. ആരോടാ നന്ദി പറയേണ്ടത്? സാക്ഷാൽ ഭഗവാനോടാണ് നന്ദി പറയേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതിൽ സ്വഭാവാൻ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരി ഓം തത്സത്.